24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദിലെ ജിമാർ തമ്മിൽ ബൈ SK. കേരള ആരോഗ്യ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. ഇന്നും കുറെ പ്രശസ്തി നമുക്കുണ്ട്. എന്നാൽ പുതിയ ചില പ്രവണതകൾ നമ്മുടെ ആരോഗ്യരംഗത്ത് വന്നു കഴിഞ്ഞു. ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു, ആശുപത്രികൾ ഏറ്റെടുക്കുന്നു. അതൊന്നും വലിയ അപരാധമായി കാണാനില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ വളരെ സജീവമായി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മുടെ സാധാരണ രോഗികൾക്ക് സർക്കാർ സംവിധാനം ഉണ്ടെങ്കിലും ഇത്രയധികം ആളുകൾ തള്ളിക്കയറുന്നൊരു സംവിധാനത്തിൽ അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന ധർമ്മസങ്കടത്തിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. അതേസമയം ചൂഷണത്തിന്റെ മറ്റൊരു മുഖവുമായി ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന വലിയ വലിയ കുത്തകൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവരാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, കൂടൽ ശ്രീഭാരത് ആയുർവേദം ഹോസ്പിറ്റൽ MDയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ അനു മുരളീധരൻ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ തട്ടിപ്പിനിരയായ മിനി കൈമൾ, സർക്കാർ ഹോസ്പിറ്റലുകളിൽ രോഗികളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്ന സന്നദ്ധ സേവനമാക്കിയ പൊതുപ്രവർത്തകൻ MA നാസർ, ചികിത്സാ നീതി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് KJ, ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അൽതാഫ് മുഹമ്മദ്, 48 വർഷങ്ങളായി ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന TK പ്രകാശ്, ആശുപത്രി ചികിത്സയുടെ ദുരിതത്തിനിരയായ ഓട്ടോ ഡ്രൈവർ രാജേന്ദ്രൻ M, പിറവം ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റുമായ MK ഡാനിയൽ, നെന്മാറ കിംസ് അവിറ്റസ് ഹോസ്പിറ്റൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ അനിത ജോസഫ്, MES അക്കാദമി മെഡിക്കൽ സയൻസ് കോർപ്പറേറ്റ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് ഫസൽ ഗഫൂർ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ അലി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത പ്രസിഡന്റും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ P ഗോപികുമാർ, സൺറൈസ് ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ PA, ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷീല ജോർജ് കണ്ടത്തിൽ, ചെറുകിട ആശുപത്രി ഉടമകളുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണും ഗവർണിംഗ് കൗൺസിൽ അംഗവുമായ ഡോക്ടർ സാജിൻ ജോസഫ് ചാഴിക്കാടൻ. ഹായ് ഡോക്ടർ, നമസ്കാരം. അതായത് നമുക്കിപ്പോ വിദേശ നാടുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് സംരംഭകരൊക്കെ വരുന്നത് നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷെ അതേസമയം സാധാരണ പ്രത്യേകിച്ച് ഇടത്തരക്കാരുടെയൊക്കെ ആരോഗ്യ പരിപാലനം അപകടത്തിലാകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഈ രംഗത്ത് ഇതുണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും? ഞാൻ ഒരു തദ്ദേശ കോർപ്പറേറ്റ് ആണെന്ന് പറയാനായിട്ട് ആദ്യം ആഗ്രഹിക്കുകയാണ്. വിദേശ കോർപ്പറേറ്റിന്റെ ഒരു കൈപ്പിടിയിൽ നമ്മൾ ഒതുങ്ങിയിട്ടില്ല. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അതാണ് ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന കമ്പനി. അതിന്റെ 28ാമത്തെ ആന്ധ്ര ബേസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓരോ അഡീഷണൽ ബെഡ്സ് ആണ് ഓരോ ഹോസ്പിറ്റൽ വരുമ്പോൾ ഇത്ര അഡീഷണൽ ബെഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ ബെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ 4 to 5 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പെർ ബെഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവ് ഇതായിട്ട് ഞാൻ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്കും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പുതിയ ഇൻവെൻഷൻസ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇൻവെൻഷൻസ് വരുന്ന വേറൊരു ഇൻഡസ്ട്രി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മൾ അക്വയർ ചെയ്യുന്ന പല സാധനങ്ങളും അടുത്ത 5 yearsൽ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും. നമ്മൾ ഒത്തിരി ഇപ്പം നമ്മൾ ഓപ്പൺ സർജറീസ് പറഞ്ഞു, പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറീസിലേക്ക് പോയി. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണ്? ഇപ്പോൾ റോബോട്ടിക് സർജറീസ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ, പ്രത്യേകിച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനികളും ഈ തദ്ദേശീയമായ കമ്പനികളും ഒക്കെ വന്നിട്ടുള്ള ആശുപത്രികൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത്രയും രോഗികൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. പണ്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്ന സമയത്താണ് ഗവൺമെന്റ് സ്റ്റെന്റിനൊക്കെ ക്യാപ്പിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ക്യാപ്പിംഗ് കൊണ്ടുവന്ന സമയത്ത് ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവർ ചെയ്തത് എന്താ വെച്ചാൽ ദേ വർ നോട്ട് വില്ലിംഗ് ടു അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് വില്ലിങ്നെസ് കാണിച്ചില്ല. അവരിവിടെ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്ന് തന്നെ അവർ മാറിപ്പോയി. 3 years later നമ്മൾ ക്ഷണിച്ചിട്ടല്ല അവർ തിരികെ വന്നത്. ഈ മാർക്കറ്റിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഏഷ്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ ഒരു വലിയ കലവറയാണ്. സോ ദേ ഹാവ് പൊട്ടൻഷ്യൽ. അത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഈ പറയുന്ന ബഹിരാഷ്ട്ര കുത്തകൾക്ക് എന്ന് പറയാം. ഡോക്ടർ അൻവർ അലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ IMAയുടെ അടുത്ത കാലത്ത് ഒരു കണക്കിൽ പറഞ്ഞത് 400-ലധികം ചെറിയ ആശുപത്രികൾ പൂട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ പുതിയ ആശുപത്രി സംവിധാനം വരാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം.
പുതിയ മെഷീനറി കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് പണം വേണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുമായിട്ടാണ് എനിക്ക് തോന്നുന്നു ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളല്ല ഈ ബ്ലാക്ക് സ്റ്റോണും അതുപോലെ KKR ഒന്നും. അപ്പോൾ ഈ കമ്പനികളൊക്കെ കേരളത്തിൽ വന്ന് പല ആശുപത്രികളും ടേക്ക് ഓവർ ചെയ്തു. അവർ എന്തായാലും ഇപ്പോൾ 4000 കോടിക്കോ 2000 കോടിക്കോ ഒരു സ്ഥാപനം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ കുറച്ച് വർഷങ്ങൾ കാണും. അതിനകം ഈ പണം തിരിച്ചെടുത്തേ പറ്റൂ അവർ, കാരണം അവർക്ക് ഇന്ത്യയിൽ വേറെ താല്പര്യമൊന്നും കാണില്ലല്ലോ. ഈ വരുന്ന കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം എക്കണോമിക് പ്രൈവറ്റ് ഇക്വിറ്റീസ് മാത്രമാണ്. അവരൊരു ഹെൽത്ത് കെയർ കമ്പനി അല്ല. ഇവർക്കൊന്നും ഇപ്പോൾ അമേരിക്കൻ കമ്പനീസാണ് രണ്ടും. അവർക്കൊന്നും അമേരിക്കയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അതേസമയം ഇന്ത്യയിൽ അവർ കാര്യമായിട്ട് ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ആയാലും അവർക്ക് ക്വാളിറ്റി കെയർ ഇന്ത്യ എന്നുള്ളൊരു പൊട്ടൻഷ്യൽ ഷിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുപോലെ തന്നെ KKR ഇതൊക്കെ അവർ ചെയ്യുന്നത് ഇവിടെ നിലവിലുള്ള കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒന്ന്, ഹെൽത്ത് ലിറ്ററസി നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലുള്ള ഇൻക്രീസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഹെൽത്ത് അവയർനെസ് കൂടുതലായതുകൊണ്ട് രോഗികൾ അത് കുറെ കൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതും കൂടി ഒരു ഫാക്ടറാണ്. ഈ സാധാരണ ഒരു മനുഷ്യൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവൻ ഭയപ്പെടുന്ന. കാരണം ഈ അടുത്തിടെ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സംഭവം ഇത്രയായിരുന്നു. അവരൊരാൾക്ക് ഒരു സർജറി ഫിക്സ് ചെയ്ത് തീയതിയും കൊടുത്തു. അപ്പോൾ അവർ എന്നെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തു വേറൊരു സർജനോട് ഒരു ബന്ധപ്പെടാനായിട്ട്. അപ്പോൾ ആ സർജൻ നോക്കിയിട്ട് പറഞ്ഞു, ഇവർ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ പോകൂ, മരുന്ന് കഴിച്ചാൽ നോക്കിയാൽ മതി, ഇപ്പോൾ തൽക്കാലം സർജറി വേണ്ട, ബാക്കി കാര്യം ഞാൻ SKയോട് പറയാമെന്ന് പറഞ്ഞു. രാത്രിയിലെ ഒരു വെള്ളിടി പോലെ അദ്ദേഹം ഒരു 11 മണിക്ക് എന്നോട് പറഞ്ഞ ഡയലോഗ് കേട്ട് ഞാൻ ഒരു അരമണിക്കൂർ തരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ രോഗിയെ ശസ്ത്രക്രിയ ചെയ്താൽ അടുത്ത ദിവസത്തിനുള്ളിൽ അയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ അപ്പം മറ്റേ ആശുപത്രി ഒരു വമ്പൻ ഹോസ്പിറ്റലാണല്ലോ ഇവർക്ക് സർജറി ഫിക്സ് ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി എന്നറിയുമോ, ആ ആശുപത്രിക്ക് അത് ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു, രോഗിക്കല്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആ മനുഷ്യ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. ഈ സബ്ജക്റ്റ് കൊണ്ടുവരാൻ പോലും എന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും ഈ സംഭവമാണ്. പിന്നീടാണ് ഞാൻ ഇത്തരം കടന്നുവരവുള്ള ഈ ബഹിരാഷ്ട്ര കുത്തകൾ കമ്പനി, തദ്ദേശമായ കുത്തകൾ, കൃഷ്ണ പ്രോജക്റ്റിനെ പോലെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സിലേക്കുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഗുണവശങ്ങൾ പലതുമുണ്ട്. നമ്മൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടും, ബെഡ് സ്ട്രെങ്ത് കൂടും, ഫെസിലിറ്റീസ് കൂടും എന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ മാത്രം, മെട്രോ സിറ്റീസിലോ അല്ലെങ്കിൽ ഹൈ എൻഡ് പേയിങ് കപ്പാസിറ്റി ഉള്ള ഇപ്പോൾ കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള വലിയ വലിയ സിറ്റികളിലോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ ആയിട്ട് പരിമിതപ്പെടും. ചെറിയ സ്ഥലങ്ങളിൽ, റൂറൽ ഏരിയാസിൽ ഇങ്ങനെയുള്ളത് വരാൻ ചാൻസ് കുറച്ച് കമ്മിയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ സാധാരണഗതിയിൽ ഇത് ഒരു ഫോറിൻ ഇക്വിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി, വെറും എക്കണോമിക്സ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് എൻട്രി പ്ലാൻ ഉള്ളതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അവർക്കൊരു എക്സിറ്റ് പ്ലാനും ഉണ്ട്. എക്സിറ്റ് പ്ലാനോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. അവർ കോസ്റ്റ്, നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എസ്കലേഷൻ്റെ ഒപ്പം തന്നെ അവർ അതിൽ നിന്ന് മാത്രമല്ല ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വേറെ ചില കാര്യങ്ങൾ കൂടി അവരതിൽ ലക്ഷ്യം വെക്കും. താങ്കൾക്ക് എന്താ പറ്റിയത് ശരിക്കും? ആക്ച്വലി ഇൻഷുറൻസ് എടുത്തിരുന്നു. ഇൻഷുറൻസ് എടുത്തിരുന്നു, അമ്മയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ അമ്മ സൗണ്ട് ആൻഡ് ഹെൽത്തി ആണ്, ഒരിക്കലും ആവശ്യം വന്നിട്ടില്ല. എൻ്റെ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പെട്ടെന്നൊരു രാത്രി കാർഡിയക് അറസ്റ്റ് വന്ന് ഞാൻ ഫസ്റ്റ് ഒരു ലോക്കൽ ഹോസ്പിറ്റൽ അവിടെ നിന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവർ രാജഗിരിയിലേക്ക് ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം ICUയിലൊക്കെ ആക്കിക്കാണെ. അപ്പോൾ പറഞ്ഞു ഇൻഷുറൻസിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അനുസരിച്ച് ഇവരുടെ ഓഫീസിൽ, ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ പോയി. അവിടെയൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടും ഇവർ ലാസ്റ്റ് ക്യാഷ്ലെസ്, അതായത് ഇവർ റിജക്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയണു, ഇത് നിങ്ങളിപ്പോൾ പേ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒന്നും അവരുടെ കയ്യിൽ നിന്ന് ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു നമുക്ക് ചെയ്തേ. അപ്പോൾ മോർ ദാൻ 2 lakhs അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഞാൻ ഹോസ്പിറ്റൽ, അമ്മ ICUയിലാണ്, അപ്പോഴും ICUയിലായിരുന്നു, ചാർജസ് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ചെന്ന് ഇവരുടെ ഇൻഷുറൻസ് കമ്പനിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മെയിൻ ആളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ തന്നെ ഓംബുഡ്സ്മാനോട് വഴക്കിട്ടാണ് എനിക്ക് കിട്ടിക്കണേന്ന്. അപ്പൊ ഇത് ഒരുപാട് ലാഗായി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 4 months ആയി. പക്ഷെ ഇപ്പോഴും അവർ പറയണത് ഹാവ് പേഷ്യൻസ്,
ഇപ്പോഴും ഒരു കാര്യം ഞാൻ പഠിച്ചത് എന്താന്ന് പറഞ്ഞാൽ നല്ല പേഷ്യൻസ് വന്നു. പേഷ്യന്റും ആയിരിക്കണം, പേഷ്യൻസും വേണം അല്ലേ? ഓക്കെ, ഞാൻ വരാം. താങ്കളുടെയാണ് ചികിത്സാ പിഴയിലുണ്ടാ രാജേന്ദ്രൻ? എന്താ താങ്കൾക്ക് പറ്റിയത്? എനിക്ക് പറ്റിയതല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ ചികിത്സക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ കൊണ്ടുപോയപ്പോ അവിടെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവരൊക്കെ സമയം പിടിക്കുന്നതൊക്കെയല്ല. അത് എന്തായാലും കൊണ്ടു ചെന്നപ്പം അവിടുത്തെ ഒരു മെയിൻ ഡോക്ടർമാരൊക്കെ നോക്കി ഒരു മറ്റേ PG ഡോക്ടർ വന്നിട്ട് റൂമിലേക്ക് മാറ്റാൻ വേണ്ടി ഇത് എഴുതി തരുന്നു പറഞ്ഞു. അപ്പൊ അതിന് കാത്തുനിന്നപ്പോ ഞങ്ങൾ ഒരു 10 കാത്തുനിന്നപ്പോഴും ഇവര് വരുന്നില്ല. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞപ്പം അവര് വിളിച്ചു പറഞ്ഞു. അപ്പം ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കുറച്ച് നേരത്തെ വന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിന് എനിക്ക് അസുഖങ്ങളാക്കാൻ പറ്റില്ലല്ലോ, എന്റെ അമ്മക്ക് അസുഖങ്ങളാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് വിഷയമൊക്കെ. പക്ഷെ ആ ഡോക്ടർ കരഞ്ഞുപോയി. പിന്നെ എന്തൊക്കെ കുറച്ചേരം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാല് ഇവരെ കൊണ്ട് അമിതമായിട്ട് പണിയെടുപ്പിക്കാന്ന് ഞാൻ അതിനെ പറ്റി മനസ്സിലാക്കിട്ടോ. അത് വെച്ചാല് അവർക്ക് 8 മണിക്കൂർ പണിയിട്ടുള്ള 10 മണിക്കൂറൊക്കെ എടുപ്പിക്കണം. അപ്പൊ ആ വിഷമം കൊണ്ട് നമ്മോട് പറഞ്ഞതാണ്. പക്ഷെ അത് നമ്മൾക്ക് അറിയില്ലായിരുന്നു. അതങ്ങനെ എങ്ങനെ ആയാലും പിറ്റേ ദിവസം എന്താക്കി, ഇതിന്റെ വേറൊരു ഡോക്ടർ എന്നാണ്ട് എന്തൊക്കെ ഒരു വിഷയം എൻ്റെ പെങ്ങളവിടെ അമ്മേൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് ഞങ്ങളോട് കളിച്ചാൽ അങ്ങോട്ടോ ആരോഗ്യ ഇൻഷുറൻസ് എന്താ കട്ടാക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 10-20 കിലോമീറ്റർ അപ്പുറമാണ് ഹോസ്പിറ്റലിൽ വ്യത്യാസമുള്ളത്. അപ്പോൾ ഞാൻ അതിനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് PROൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അവതരിച്ച് ആ ഡോക്ടറെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് എന്താ വിഷയം ഉണ്ടാകുന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ചികിത്സക്ക് എത്ര ചിലവരെന്ന് ചോദിച്ചു. ഞാൻ പ്രശ്നമൊക്കെ അവസാനിച്ചിട്ട് ചികിത്സ. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിലെ പൈസ കഴിഞ്ഞാൽ 50,000 രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ അത് പുതിയ AC ബിൽഡിങ്ങിലാണ് ഈ ചികിത്സ നടത്തുന്നതായിരുന്നു. അപ്പോൾ ലാസ്റ്റിൻ്റെ പെങ്ങൾ പറഞ്ഞ് ഏതായാലും നമുക്കിവിടെ വേണ്ട, അപ്പോൾ നമ്മൾ വേറെ കണ്ണോട് കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ പോയിട്ട് വിവരം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഞങ്ങൾ ഏൽക്കൂല, എന്തെങ്കിലും സംഭവിച്ചില്ല, ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയി. കാരണം ഇത് ഒപ്പിട്ടെടുത്ത് കൊടുത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഇവർ 50,000 ഈ ആരോഗ്യ ഇൻഷുറൻസ് ആകെ 6,500 രൂപ കൊണ്ട് എനിക്ക് ആ ചികിത്സ കഴിഞ്ഞ് കിട്ടി. നല്ല വൃത്തിയിൽ ആ ചികിത്സ കഴിഞ്ഞിട്ട് നല്ല ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഡോക്ടർ അമീത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കാലത്ത് നമുക്ക് വളരെ അഭിമാനമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം എന്ന് പറയാം. ഇപ്പൊ കാര്യം ഭയങ്കരമായിട്ട് സങ്കീർണമായി, പല കാര്യങ്ങളും കീഴ്മേൽ മറിയുന്നു. ഇതുപോലെ ഈ എക്സിറ്റ് പ്ലാനുള്ള കമ്പനികൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും വളരെ അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഈയിടയ്ക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സ സംബന്ധിച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആശുപത്രിയിൽ പറയുന്ന എമൗണ്ടിന്റെ ഒരു 70% അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം രീതിയിൽ സിറ്റുവേഷൻ മോശമാകുന്നു എന്ന സൂചന നിങ്ങൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്കായിരിക്കും കുറച്ചുകൂടി നേരെ അറിയാൻ പറ്റുക. ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇതിനെതിരായിട്ട്. ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി ഹിന്ദു പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത തീരുമാനം MES ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങാൻ പോവാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാറ് പറഞ്ഞ നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് MES ഉണ്ടായ ബില്ലിന്റെ ഓൾമോസ്റ്റ് 2 to 3 times ആണ് ആവറേജ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പുറത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് MES ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് ആ ഒരു ചോയ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രൈസ് കൺട്രോൾ ആണോ നിങ്ങളുടെ ലക്ഷ്യം? പ്രൈസ് കൺട്രോൾ നമ്മൾ പെരുമ്പള നഗരത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉള്ളത്. അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ് കൺട്രോൾ നമ്മളാണ്. അതുകൊണ്ട് അവിടെ ഉള്ള ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മുടെ മേളിൽ ഇച്ചിരി കൂട്ടാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ പ്രൈസ് കൺട്രോൾ മെക്കാനിസം ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരണം. അപ്പൊ അതിനകത്ത് ഒരു മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ലോക്കൽ ഗ്രോൺ ഒരു ഹോസ്പിറ്റലിന് സാധിക്കും. എനിക്ക് ഇതിനകത്ത് ആകെ പറയാനുള്ള ഏറ്റവും വലിയ ആശങ്ക സാർ എന്താ അറിയോ, ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരും, തടയാൻ പറ്റില്ല. പക്ഷെ എന്തറിയോ, ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ, ഇവർ പറയുന്നുണ്ട് ഭയങ്കര ഡെവലപ്മെന്റ് വരും. ഈ ഫണ്ട് വെച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആശങ്ക. അവർ പുതിയൊരു ഹോസ്പിറ്റൽ പണിയോ ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് അല്ല ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസിനെ വാങ്ങിച്ചെടുത്ത് ഒരു ഇന്നവേ ഒരു മോണോപ്പൊളി ഉണ്ടാക്കാണ്. അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ വളരെയധികം സാധ്യതയുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, ഇങ്ങനെ വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വന്ന് കേരളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യൂ നഴ്സസിന്? അല്ലെ, യഥാർത്ഥത്തില് സ്ഥാപനങ്ങൾ കൂടുതൽ വരുന്നത് ഞങ്ങളെപ്പോലെ ഒരു തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാനതാ പറയുന്നത്. ഇപ്പൊ ഇവിടെ ചാരിറ്റി ആയിക്കോട്ടെ, മറ്റു പേരിട്ടാല് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ഫീസിൽ ഒരു ഏകീകരണം കൊണ്ടുവരണം. ഇതിന് ഇവർ ആരും തയ്യാറാവില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പ് പറഞ്ഞു, നിങ്ങൾ എല്ലാ ആശുപത്രികളും ചികിത്സാ ഫീസുകൾ നിരക്കുകൾ നിങ്ങൾ പ്രദർശിപ്പിക്കണം. ഒരാശുപത്രി മാനേജ്മെന്റ് അത് ചെയ്യില്ല. കാരണം അൾട്ടിമേറ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരേപോലെ തന്നെയാണ്. അത് കോർപ്പറേറ്റ് എന്നോ ചാരിറ്റി എന്നോ അല്ലെങ്കിൽ ചെറുകിടാന്നോ എല്ലാവരും പോലെ അറക്കുന്ന കേസിൽ ഇവരാരും ഒരു ബുദ്ധിമുട്ടില്ല. അവിടുത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിലും ഒരു മര്യാദ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ചൂഷണം അനുഭവിക്കുന്ന വിഭാഗം അവിടുത്തെ ജീവനക്കാരാണ്. കൃത്യമായിട്ടൊരു ലീവ് കൊടുക്കില്ല.
അതെല്ലാവരും അങ്ങനെയാണോ ജാസ്മിൻ? എല്ലാവരും ജാസ്മിൻ വളരെ നെഗറ്റീവ് ആയി കഴിഞ്ഞാണ് കുറച്ച് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇത് ഒരു നിയമം കൊണ്ടുവരേണ്ടത് ആരാണ്? സർക്കാർ. ഞാൻ പേര് ചോദിക്കാത്ത എന്താ ഈ ആശുപത്രിക്കൊക്കെ വെറുതെ പബ്ലിസിറ്റി ഇട്ടുണ്ടെന്ന്. അതെ അല്ല, ഞാൻ പറയുന്നത് എല്ലാ ആശുപത്രികളും SK ഓരോ ഹോസ്പിറ്റലും എടുത്തോളൂ. ഏതൊരു ആശുപത്രിയിൽ പോയിട്ടും അവരുടെ ചികിത്സാ ഫീസ് പറഞ്ഞാൽ ഇപ്പൊ ഈ ചാരിറ്റി ആശുപത്രിയിൽ നിന്ന് നോക്കും, അവർ OP ചീട്ടിന് വളരെ പൈസ കുറയ്ക്കും. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ ഈ പല ആശുപത്രി ഉടമകളോട് സംസാരിക്കുമ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന പാട് അവർ പറയുന്നുണ്ട്. ചിലതൊക്കെ അന്വേഷിക്കുമ്പം ശരിയാണ് എന്ന് തോന്നും. അതായത് കേരളത്തിലുള്ളതുപോലെ ഹോസ്പിറ്റൽ മറ്റേത് സ്റ്റേറ്റിലാണുള്ളത്? കേരളത്തിൽ നിരവധി ഹോസ്പിറ്റല് ദിവസേന ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കോഴിക്കോട് അടുത്തുള്ള ബേബി നാഷണൽ ഹോസ്പിറ്റല്, ആസ്റ്റർ മിംസ്, നിരവധി ഹോസ്പിറ്റൽ വീണ്ടും 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 വലിയ വലിയ ഹോസ്പിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് അതുകൊണ്ട് പ്രയോജനം ഇല്ലാതുണ്ടെങ്കിൽ അത്ര ഉണ്ട്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരവധി സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ അവരെയൊക്കെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നാസർ സാധാരണ രോഗികളെ സർക്കാർ ഹോസ്പിറ്റലിൽ മാത്രം കൊണ്ടുവന്നാണ്, അതൊരു ഹോബിയാക്കി മാറ്റിയാണ്. തീർച്ചയായും. എന്താ അതിന്റെ ലക്ഷ്യം? ഈ കിഡ്നി ലിവർ മാറ്റിവെക്കൽ കേസ്, കിഡ്നി മാറ്റിവെക്കൽ 2000 മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. അതിനുശേഷം ഇപ്പൊ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കിഡ്നി ലിവർ മാറ്റിവെക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട്. അറിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ കാരണം. എറണാകുളം ജനറൽ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. അതായത് ഈ നമ്മുടെ 24-ല് പരസ്യമൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ പോലും സർക്കാർ ആശുപത്രികൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് നമ്മളെ അറിയിച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ല വേറെ അതല്ല, ഉണ്ടല്ലോ. അത് മാത്രമാണോ? ഈ കേരളത്തിന് പുറത്തുള്ള ജിഗ്മർ ഹോസ്പിറ്റലിൽ കിഡ്നിയും ലിവറും പിന്നെ പാങ്ക്രിയാസും ഒക്കെ, പാങ്ക്രിയാസ് അല്ല, കിഡ്നിയും ലിവറും മജ്ജയും ഒക്കെ മാറ്റി വയ്ക്കുന്നില്ലേ? സായിബാബ ഹോസ്പിറ്റലിൽ ജന്മന ഹാർട്ടിന് അസുഖമുള്ള കുട്ടികൾക്ക് അവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് അടക്കം ഫ്രീ ആണ്. വേറെ ഒരു ചികിത്സയും ചെയ്യാതെ ഹാർട്ടിന് അസുഖമുള്ള കുട്ടികളെ നേരിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് അടക്കം. സർക്കാർ ഡിപ്പാർട്ട്മെന്റുമാണ്. ഒരുപാട് അനാസ്ഥകളുണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. ജാസ്മിൻ ഷാ പറയുന്നതിനിടയിലാണ് നമ്മൾ. ഇതിൽ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ സർക്കാരുകളാണ് ഇവരെ. ജാസ്മിൻ എല്ലാത്തിലും ദൂഷ്യവശം കാണുന്ന ഒരു സംഘടനാ മേധാവിയാണ്. ദൂഷ്യഫലങ്ങൾ പറഞ്ഞാലേ മനുഷ്യർക്ക് നന്നായി. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ആശുപത്രി, ഇപ്പൊ ഒരു ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു, ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ഒരാള് അവർക്ക് ചികിത്സാ ഫീസ് കുറയാൻ വേണ്ടിയാണ് എടുക്കുന്നത്. പക്ഷെ ഈ ഇൻഷുറൻസ് ഉള്ള ഒരു രോഗിയായിട്ട് ആശുപത്രിയിൽ പോകുന്നു, അവർ ക്യാഷ് പേ ചെയ്യാൻ പോകുമ്പോൾ ഒരേ ചികിത്സക്ക് വ്യത്യസ്തമായ ചാർജാണ് ഈടാക്കുക. ഇൻഷുറൻസ് ഉള്ള ആളുടെ കൂടുതൽ ഈടാക്കും. ക്യാഷ് കൊടുത്താൽ കുറവാണ്, പക്ഷെ ഇവരിതിന് പേ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാമാണ് ചൂഷണം. ഇതെല്ലാം തടയേണ്ടതാരാണ്? സർക്കാരാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് പരസ്യം കൊടുക്കേണ്ടത്? ഇത് ജനങ്ങളെ അറിയിക്കേണ്ട സർക്കാർ. അതെ, ഞാൻ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ആണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഈ ചികിത്സാ ഫീസുകളെ ഏകീകരിച്ചുകൂടാ? ചികിത്സാ ഫീസ് ഒരു സെക്കൻഡ്, ഡോക്ടർ ഗോപികുമാർ, അങ്ങ് IMA നിയുക്ത പ്രസിഡന്റ് അല്ലേ? ആയില്ലേ? നവംബറിലേ ആവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു IMAക്കൊക്കെ ഇതിനകത്ത് ഉത്കണ്ഠയുണ്ടെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഏതാണ്ട് 440 ആശുപത്രികൾ അടച്ചു പൂട്ടി എന്ന് പറയുന്നു. ഈ വലിയ നിക്ഷേപമുള്ള ഈ ആശുപത്രി സംവിധാനങ്ങൾ, ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെറുകിട പരമേശ്വരൻ പിള്ളച്ചേട്ടൻ ഡോക്ടർ നടത്തുന്ന ഈ ആശുപത്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തീർച്ചയായും അതാണ് ഏറ്റവും IMAയുടെ ആശങ്കയും അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ SK തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ അഭിമാനകരമായ ആരോഗ്യ സൂചികകളെ കുറിച്ച്. അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ലഭ്യത എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു പക്ഷേ പകർച്ചവ്യാധികളെ നമുക്ക് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ആ കാലത്ത് സാധിച്ചിരുന്നത്. അതിനുശേഷം ആയുർദൈർഘ്യം കൂടുതലായി വരുന്ന 82 വയസ്സ് 83 വയസ്സ് വരെയാണ് കേരളത്തിന്റെ ഒരു പൗരന്റെ ആയുർദൈർഘ്യം വരുന്നത്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം 18% സീനിയർ സിറ്റിസൺ, 60 വയസ്സിനും 70 വയസ്സിനും മുകളിലുള്ള പൗരന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആതുരത കൂടും ഇല്ലേ? കൂടുതലായിട്ട് രോഗാവസ്ഥകൾ കൂടും. അപ്പോൾ ആശുപത്രികളുടെ ആവശ്യവും എല്ലാം കൂടുതലായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷനിലെ ഒരു നല്ലൊരു ശതമാനം മിഡിൽ ക്ലാസ് എന്ന് പറയാം. അവർക്ക് എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, രോഗാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി എങ്ങനെ അവർക്ക് ആശുപത്രികളെ സമീപിക്കുമ്പോൾ ഔട്ട് ഓഫ് ദി പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? അതാണ് IMAക്കുള്ള ഒരു രണ്ടാമത്തെ കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുകിട ആശുപത്രികളും
ഈ മീഡിയം ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽസ് അത് പൂട്ടിപ്പോകുന്ന അവസ്ഥ ഓൾറെഡി 400 അല്ല അതിൽ കൂടുതലായിട്ടുണ്ട്, 1000-ന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു 440 എന്തോ ഒരു കണക്ക് അത് വന്നിരുന്നു, അതിൽ കൂടുതലായിട്ടുണ്ട്. അത്തരം ആശുപത്രികളാണ് കേരളത്തിൻ്റെ ആരോഗ്യ സൂചികകൾ ഇതിലേക്ക് ഉയർത്തുന്നതിന് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ രോഗാവസ്ഥ കൂടുന്നതും പോപ്പുലേഷൻ കൂടുന്നതും അനുസരിച്ച് അവർക്ക് വേണ്ട ആരോഗ്യ സംരക്ഷണം കിട്ടുന്നതിനുള്ള ഒരു മാർഗമായി തന്നെ അത് തുടർന്ന് നിലനിന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പം അത് ഈ കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഈ നമ്മുടെ ഇടയിലേക്കുള്ള ഈ കടന്നു കയറ്റത്തിനുള്ളിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, അതിൽ ഏത് രീതിയിൽ നമുക്ക് പരിഹാരം കാണാം എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങയുടെ സൺറൈസ് ഹോസ്പിറ്റലിന് മുന്നിലൂടെ വരുമ്പോൾ എപ്പോഴും ആലോചിക്കും, ഇത് ആരും വന്ന് ടേക്ക് ഓവർ ചെയ്തില്ലേ. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഇതെല്ലാം ടേക്ക് ഓവർ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ നോക്കുന്നത് ഈ മിഡിൽ ക്ലാസ്സിലേക്കുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാൻ പോവുക. കാരണം ചെറിയൊരു ഇപ്പം നമുക്കൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന അവന് ചെറിയൊരു പനി അടിച്ചിട്ട് അവൻ അടുത്ത ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ ശമ്പളത്തിൻ്റെ പകുതി പോകും, അവന് എത്ര ശമ്പളം പിന്നെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. നമ്മളൊക്കെ ഈ കുറച്ചുകൂടെ ആഴത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ കാര്യത്തിൽ? നമ്മളിത് ടേക്ക് ഓവർ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. കാരണം അതെന്താ അത്? ഞാൻ സ്വന്തമായിട്ട് പല രാജ്യങ്ങളിൽ ഇപ്പോഴും സർജറി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സ്വന്തമായിട്ട് ഈ പല രാജ്യങ്ങളിലും ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എവിടെയൊക്കെയാ അങ്ങയുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്? നമുക്ക് ഇന്ത്യയിലുണ്ട്, ദുബായിലുണ്ട്, ആഫ്രിക്കയിലെ കോങ്കോ, എത്യോപ്യ, അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാല് എനിക്ക് സർജറി ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ലാപ്രോസ്കോപ്പിക് സർജറി ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ക്യാമറയുണ്ട്, 3D ക്യാമറയുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ എനിക്ക് ഈ 3D ക്യാമറയിൽ ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല. കാരണം പേഷ്യന്റിന് അത്രയൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ അത്രയൊരു സർജറി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നൂല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 3D ക്യാമറയുടെ കോസ്റ്റ് 2 കോടി രൂപയും സാധാരണ ക്യാമറയുടെ കോസ്റ്റ് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വരുന്ന വഴി ഫെസിലിറ്റീസ് കൂടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി സാധാരണ നമ്മൾ ഒരു ഇൻഡസ്ട്രി നടത്തുന്ന പോലെ നടത്താൻ പറ്റിയൊരു സാധനമല്ല. ഇതൊരു ഹെൽത്ത് കെയറിൽ ഊന്നി നിൽക്കുന്ന ആൾക്കാർക്ക് നടത്താൻ പറ്റിയൊരു കാര്യമാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ വരുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നടത്തുന്നത് മുഴുവൻ ഫൈനാൻഷ്യൽ ആൾക്കാരാണ്. അവർക്ക് ഹെൽത്ത് കെയർ മനസ്സിലാവില്ല, അവർക്ക് നമ്പേഴ്സ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു CT സ്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ ഫൈനാൻഷ്യൽ ആൾക്കാർ പറഞ്ഞു, ഡോക്ടർ ഇത്രയും വിലയുള്ള CT സ്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര CT സ്കാൻ ചെയ്യണ്ടേ, എന്നാലല്ലേ ഇത് വയബിൾ ആവുള്ളൂ. അപ്പോൾ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന ഒരു ഡയഗ്നോസ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനാണ്. ആ എക്യുപ്മെന്റിൽ നിന്ന് തന്നെ അതിന്റെ പ്രോഫിറ്റ് കിട്ടണം. അല്ല, അതിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് ഇടുന്ന വാശി പിടിച്ചാൽ ശരിയാവില്ല. ഇത് മൊത്തത്തിലുള്ളതിലേ പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ടെന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കുമ്പോൾ അവർ എത്ര ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഈ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു ഫൈനാൻഷ്യൽ ആളിരുന്ന് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു അപകടമുണ്ട്. അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും മരുന്ന് ഉണ്ടാക്കുന്നതും ആശുപത്രികൾ നടത്തുന്നതും ഇൻഷുറൻസ് നടത്തുന്നതും എല്ലാം ഒരേ ഗ്രൂപ്പ് ആവുമ്പം ഇതിനകത്ത് വലിയൊരു അപകടം ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. വൈറസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും വാക്സിൻ ഉണ്ടാക്കുന്നതും വൈറസിന് മരുന്ന് കൊടുക്കുന്നതും വൈറസ് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ നടത്തുന്നതും ഒരാളാവുമ്പോൾ ഈ മൊത്തം രോഗി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാലത്തെ അനുഭവം താങ്കൾക്കുണ്ട്. പല നാടുകളിലും പോയി ചികിത്സയും നടത്തുന്നു താങ്കൾ അവകാശപ്പെടുന്നു. ഈ രോഗികൾക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭയമുള്ള ലോകത്ത് ഏറ്റവും പേടിത്തൂറുകൾ കേരളത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഡോക്ടർ ഇപ്പോൾ എന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ സത്യനോട്ട് അനുഭവങ്ങൾ പാളിച്ചുകളെ സത്യനോട്ട് ഡോക്ടർ ഇങ്ങനെ തലയെ പിടിച്ച് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും വരേണ്ടതല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് തറയെ വീഴും. കംപ്ലീറ്റ് പോയെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പിന്നെ ഫിക്സ് ചെയ്യുന്ന ക്യാൻസർ അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഹെൽത്ത് കെയർ കൺസേൺ ഉള്ളതുകൊണ്ട് ഓവർ കൺസേൺ. ആ ഓവർ കൺസേൺ ഉള്ള ഒരാളിനെയാണ് അപകടപ്പെടുത്തി ചികിത്സ നടത്താൻ കഴിയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള പ്രത്യേകിച്ച് ഇൻഷുറൻസ് മേഖലയൊക്കെ വല്ലാതെ തുറക്കാൻ പോവുകയാണ് ഇവിടെ. കാരണം ഈ ഇൻഷുറൻസ് ആണല്ലോ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ രോഗികൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം? ഈ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടും, ഒരു സംശയം വേണ്ട, അത് കൂടുന്നുള്ളത് കേരളം മൊത്തത്തിൽ കൂടും. പക്ഷേ അവിടെ ഈ ഹെൽത്ത് കെയർ കോസ്റ്റ് എത്തിക്കലായിട്ട് ചെയ്യുന്നതിലാണ്.
അതായത് ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക, ആവശ്യമില്ലാത്ത സർജറി ചെയ്യുക, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്, അതായത് ഇത്ര റവന്യൂ ഉണ്ടാക്കാനായിട്ട് ഒരു ഡോക്ടർ ആവശ്യമില്ലാത്ത സർജറി ചെയ്യാൻ പോകുമ്പോഴും ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുമ്പോഴും മരുന്ന് കൊടുക്കാൻ പോകുമ്പോഴും ഇങ്ങനത്തെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത്. ഇത് തടയാൻ കഴിഞ്ഞാലാണ് നമ്മളുടെ ഹെൽത്ത് കെയർ പ്രോപ്പർ ആവുക. അല്ലാതെ നമ്മൾ ഫെസിലിറ്റീസ് കുറച്ച് ആശുപത്രികൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പല ചെറിയ ആശുപത്രികളിലും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. അവിടെ ഇത്ര രോഗങ്ങളെ അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്കുള്ള ഇപ്പൊ എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റലിൽ ചെന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കാകെ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റി ഇല്ല, ഞാൻ ശീലിച്ച ഫെസിലിറ്റികൾ ഇല്ലാത്തത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് എനിക്ക് ആ പേഷ്യന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഫെസിലിറ്റീസ് കൂട്ടണം, പക്ഷേ അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് കുറയ്ക്കണം. അവിടെയാണ് നമ്മളൊരു പേഷ്യന്റിനെ മനസ്സിലാക്കിയാണ് പ്രശ്നം. അധാർമികമാവും. അപ്പോ താങ്കൾ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ അൾട്ടിമേറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കുത്തകകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ സേവന മനോഭാവം മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരു പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യത്തിന് ഒരു അസംസ്കൃത വസ്തുണ്ട്, റോ മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ ചികിത്സാ മേഖലയിലുള്ള പ്രശ്നം റോ മെറ്റീരിയൽ ഓരോ മനുഷ്യന്റെയും ജീവിതമാണെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ അപകടപ്പെടുന്നത് മനുഷ്യരാണ്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ സംഭവിക്കേണ്ടത് മനസമാധാനം കൂടണം, എളുപ്പം കൂടണം, അതുപോലെ തന്നെ സ്വസ്ഥത ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, നിക്ഷേപം നടത്തുന്ന ഒരാളിനോട് നിങ്ങൾ ലാഭം എടുക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. ഇവിടെ നമുക്കത് തടയാൻ പറ്റൂല. ഭരണഘടനാപരമായിട്ട് മൗലിക അവകാശ പ്രകാരം ആര് ഇൻവെസ്റ്റ് ചെയ്താലും തടയാൻ പറ്റൂല. പക്ഷെ ഇവിടെ ജനങ്ങൾ ബോധവാന്മാരാകുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കിയിട്ട് പരിഹാരമുള്ളൂ. അതായത് സ്വന്തം ശരീരത്തിൽ എന്ത് അസ്വസ്ഥത വന്നാലും ഭയപ്പെടാതെ എങ്ങനെ സ്വസ്ഥമായി കൈകാര്യം ചെയ്യാം. ഞാനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരു അക്യുപങ്ചറിസ്റ്റ് ആണ്. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന, അപ്പം ഈ ഡിസ്കഷൻ ഒരിക്കലും ഹോളിസ്റ്റിക് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യർ, ഓരോ വ്യക്തിയും സ്വന്തം ശരീരം അപകടത്തിൽ പെടാതിരിക്കാൻ കൃത്യമായി ചികിത്സകനോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ കൺസെന്റിലും കയറി ഒപ്പിട്ട് കൊടുക്കരുത്. പൊതുവെ എല്ലാത്തിനും ഒരു കൺസെന്റ് ലെറ്റർ ആണ്, അതിൽ ഡോക്ടർ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നൊരു പോയിന്റ് അല്ല. അവിടെയാണ് പ്രശ്നം. മറിച്ച് ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടർ എനിക്ക് എന്താ ബോധ്യപ്പെടുത്തി തന്നത്, ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് പല സ്ഥലത്തും ചോദിക്കുമ്പോൾ പലർക്കും മറുപടി ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും വ്യാപിച്ചുവെങ്കിൽ വിദേശ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇവിടെ മനുഷ്യരാശി അത്രത്തോളം ഒരു ഡേഞ്ചർ സോണിൽ ഹെൽത്ത് സെക്ടർ പോകുന്നു എന്നാണ് അക്യുപങ്ചറിസ്റ്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊരു പ്രമാണമുണ്ട്. അത് ഒന്നുകൂടെ പരിഷ്കരിക്കല്ല, വേറെ കൂടെ അതിനോടനുബന്ധമായിട്ട് അൺഹെൽത്ത് ഈസ് വെൽത്ത് ഫോർ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് ആക്കിയാൽ തരക്കേടില്ല. ഞാനൊരു വിക്ടിമാണ്. ഒരു പ്രോസ്റ്റേറ്റ് റോബോട്ടിക് സർജറി കഴിഞ്ഞ ആളാണ്. ഒരു വർഷം മുമ്പ് കഴിച്ചാണ്. അപ്പൊ അതിന്റെ സക്സസ് ആയിരുന്നു, നല്ല 100% സക്സസ് ആയിരുന്നു. പക്ഷെ അതിന്റെ മെഡിക്കൽ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയത് 50% കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു ഡ്രോബാക്ക് കാണുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ് ഇവ ട്രീറ്റ്മെന്റ്സ് ഒക്കെ. നമുക്ക് ഇപ്പൊ ഒരു താങ്ങാൻ പറ്റാത്ത രീതിയിൽ പോകും എന്നുള്ളത്. അതെ, 16 ഹോസ്പിറ്റൽസ് മറ്റോ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സ്റ്റോണും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, അത് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ മണ്ണാർക്കാട് ഒരു ആശുപത്രി ഇങ്ങനെ ഈ വിദേശ ബഹിരാഷ്ട്ര കുത്തക എന്നൊക്കെ നമ്മൾ പറയുന്ന അവരന്വേഷിച്ചു തുടങ്ങി. അവരെല്ലാം ഇത് ധനകാര്യ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ ഹെൽത്ത് കെയർ രംഗത്തുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്കൊന്ന് ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് ആഫീസ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇനിയും. താങ്ക്സ് കേട്ടോ. ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകിട ആശുപത്രികൾ പൂട്ടിപ്പോവുകയല്ല ചെയ്യുന്നത്, അത് കൊണ്ടു നടക്കാൻ പറ്റാതെ വരികയാണ്. ഞാൻ പറയാം, അതായത് ഒരു ഡോക്ടർ തന്നെത്താൻ നടത്തുന്ന ക്ലിനിക്ക് അല്ലെങ്കിൽ ആശുപത്രി, ഇതെല്ലാം ഒരു റൂറൽ ഏരിയാസിലായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ടൗണിന്റെ നടുക്ക് ഒരു ചെറിയ ക്ലിനിക്ക് ആയിരിക്കും. അവിടെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറെ ഡോക്ടേഴ്സ് കാണും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല്, നിങ്ങളുടെ കീഴിൽ എത്ര ആശുപത്രികളുണ്ട്? ഞങ്ങളുടെ അവിടെ ഒരു 10-15 ആശുപത്രി ഉണ്ട്, ചെറുകിട. അപ്പൊ ഞങ്ങൾ വരുന്നിടത്തെന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണ്, കണ്ടുപിടിച്ചു, നമ്മൾ കണ്ടുപിടിച്ചു, ECG എടുത്തു, കണ്ടുപിടിച്ചു. അങ്ങോട്ട് വലിയ ആശുപത്രിയിലോട്ട് വിടുമ്പോൾ എങ്ങനെ പോയാലും ഒരു ആൻജിയോഗ്രാം ചെയ്യും, അത് കഴിഞ്ഞ് ഒരു ആൻജിയോപ്ലാസ്റ്റി ആകും,
1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആവും. ടെസ്റ്റുകളെല്ലാം ചെയ്യും. ഇല്ല, കയ്യിലില്ല. സാറിന് പറ്റുന്നത് പോലെ ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്നതിന്റെ ഒരു ഗതികേടുണ്ടല്ലോ SKN. ആ ഗതികേടാണ് ഇന്ന് മിഡിൽ ക്ലാസ്സിൽ താഴോട്ടുള്ളവരുടെ ദിനം പ്രതി മരിക്കാൻ തയ്യാറായിട്ടാണ് 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യർ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യനില്ല നോക്കാൻ. ഗവൺമെന്റ് എവിടെയാണ് നോക്കുന്നത്? ജനം എന്താ കാണുന്നേ? വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മേനെയും ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു വയോജന വകുപ്പ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആഹ്ലാദം തോന്നി. ഞങ്ങളുടെ അസോസിയേഷന് തന്നെ വളരെ ആഹ്ലാദം തോന്നി. പക്ഷേ ഇവര് ഗ്ലൗസും കത്തീറ്ററും കൊണ്ട് വീട്ടിൽ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. ആ പാലിയേറ്റീവ് കെയർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻകാർ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. 60 വയസ്സിൽ താഴെയുള്ളവർക്കെല്ലാം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ഓടിക്കൊണ്ടുപോയി എല്ലാവരും കൂടെ കൂടി രക്ഷപ്പെടുത്തും. 60 വയസ്സ് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ഇടവേള കൂടി, ജസ്റ്റ് ബ്രേക്ക്. ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. ഒന്ന്, നമ്മുടെ സർക്കാർ തലത്തിൽ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഹെൽത്ത് കെയർ മേഖലയിലുള്ള സ്പെൻഡിങ് വളരെ കമ്മിയാണ്. 1.5 അല്ലെങ്കിൽ 2ന്റെ താഴെയാണ് പെർസെൻറ്റേജ് ഓഫ് GDP ആണ് നമ്മുടെ ഹെൽത്ത് കെയർ സ്പെൻഡിങ്. അതേസമയം ഈവൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും 5%, റെക്കമെൻഡഡ് 5 to 6% ഓഫ് GDP ആണ്. അതിവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ 60% ബെഡ് ഉള്ളത് പ്രൈവറ്റ് മേഖലയിലാണ്. 65ന്റെ അടുത്ത് പെർസെൻറ്റേജ് ഹോസ്പിറ്റൽസും വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയിലാണ്. അവിടെ ഹെൽത്ത് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായി തന്നെ കാണേണ്ടതുണ്ട്. ആ ഹെൽത്ത് കെയറിൽ ഉള്ള സ്പെൻഡിങ് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സ്പെൻഡിങ് കൂട്ടേണ്ടതുണ്ട്. അവിടെ സ്പെൻഡിങ് കൂട്ടാതെ നമ്മൾ മറ്റു എന്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് 2 അറ്റത്തുള്ള സ്പെക്ട്രത്തിലുള്ള 2 അറ്റത്തുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഏറ്റവും ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. രണ്ടും ആവശ്യമാണ്. കാരണം ചില ഇതിന് നമുക്ക് ഏറ്റവും ടോപ്പ് ഫെസിലിറ്റീസ് വേണം. അതേസമയം പൊതുജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് കെയർ കിട്ടേണ്ടതുണ്ട്. അപ്പൊ രണ്ടും നിലനിർത്തേണ്ടതുണ്ട്. 90% അല്ലെങ്കിൽ 10% ആണ് ടോപ്പ് ലെവല്, ബാക്കിയുള്ളത് മുഴുവൻ പ്രൈമറി ലെവലാണ്. അത് നിലനിർത്തുക. സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് അത് വളരെ പ്രധാനപ്പെട്ട. ഡോക്ടർ ഷീല ജോർജ്, അപ്പോൾ ഇത് താങ്കൾ ഇൻഷുറൻസ് രംഗത്താണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഈ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഈ ഒരുപാട് ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വലിയ ആശുപത്രികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും താങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ഇൻഷുറൻസുകാർ തീരുമാനിക്കുന്ന അവസ്ഥ വരുമോ, രോഗിയുടെ അവസ്ഥ? നമ്മൾ ഈ കൊറോണയുടെ ആ സമയത്താണ് ആൾക്കാർ ഇൻഷുറൻസിൻ്റെ അവയർനെസ് കുറേ കൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെൽ ഔട്ട് ചെയ്തതും അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ക്യാഷ്ലെസ് ഫെസിലിറ്റിയുടെ ആവശ്യം എന്താണെന്നുള്ളത് കേരളത്തിലായിരുന്നു ഏറ്റവും കുറവ് ഹെൽത്ത് പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 60-50 റേഷ്യോയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പം ഹോസ്പിറ്റൽ ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യുന്നതിൻ്റെ റീസൺ ഓൾറെഡി സാർ അതിൻ്റെ ഒരു പാർഷ്യൽ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി ടെക്നിക്കല്ല. അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ TPS ഒരു ഹോസ്പിറ്റൽ എംപാനൽമെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് വി ആർ ഗ്രേഡിംഗ് ദ ഹോസ്പിറ്റൽസ്. ആ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻസ്, മാനദണ്ഡം എന്താണ്? ഹോസ്പിറ്റൽസിന്റെ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഫെസിലിറ്റി, ഫുൾ ഫ്ലെഡ്ജ് ഫെസിലിറ്റി. ഇപ്പോൾ ഒരു ചെറിയ 25 ബെഡഡ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ഒരു പോസ്റ്റ് സർജറി ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു വെന്റിലേറ്റർ കാണില്ല, ഒരു ബ്ലഡ് ബാങ്ക് കാണില്ല, ഒരു ആംബുലൻസ് സർവീസ് കാണില്ല. അതിനാണ് നമ്മൾ ഗ്രേഡിങ് ചെയ്യും ഹോസ്പിറ്റലിന്. ABC ഗ്രേഡ് ചെയ്യുമ്പം ആ A ഗ്രേഡ് ഹോസ്പിറ്റലിന് ഫുൾ ഫ്ലെഡ്ജ് ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. അക്രഡിറ്റേഷൻ, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ടെക്നിക്, ഫെസിലിറ്റി. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ റീസണബിൾ ആൻഡ് കസ്റ്റമറി കോസ്റ്റ് ആണ് പ്രപ്പോസൽ ചെയ്യുന്നതും അവരെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നതും. ഇതിനിടയ്ക്ക് ഇപ്പൊ ഈ ഇൻഷുറൻസ് ഇദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഇൻഷുറൻസ് കമ്പനി മിനി പറഞ്ഞൊരു കാര്യം, ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കാന്ന് പറയുകയും പിന്നീട് അവർ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്ത് അവരെ വീട്ടിലാക്കി എന്നാണല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇൻഷുറൻസ് രംഗത്ത്? സംഭവിക്കുന്നത് അതിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ഞാൻ ഈ പോളിസി എടുത്ത് ഇപ്പോൾ കുറേ പ്രൊഡക്റ്റ് പബ്ലിക്കിന് സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്.
ഇവരേത് പ്രൊഡക്റ്റ് ആണോ എടുക്കുന്നത്, ഇപ്പം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും ആ പോളിസിയുടെ ടേംസ് മിക്ക ആൾക്കാർക്കും വായിക്കാനും പറ്റില്ല, അവർ അണ്ടർസ്റ്റാൻഡിങ് അല്ല അത്. അപ്പം ഈ പോളിസി സെൽ ഔട്ട് ചെയ്യുമ്പോൾ ഇവർ എടുക്കുമ്പോൾ ഇവർ കൃത്യമായിട്ട് ആ പ്രൊപ്പോസൽ ഫോമിനകത്ത് കറക്റ്റായിട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് ആ ഫെസിലിറ്റി കിട്ടുമോ, ആ നെറ്റ്വർക്ക് എംപാനൽഡ് ഹോസ്പിറ്റലാണോ. ഇപ്പം പുള്ളിക്കാരി പറഞ്ഞ ഒരു റീസൺ എന്ന് വെച്ചാൽ പ്രൊപ്പോസൽ ഫോമിനകത്ത് കറക്റ്റായിട്ട് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടോ എന്നൊക്കെ അതിനകത്തുള്ള ഇവര് ചിലര് ഉണ്ടെന്ന് എഴുതും, ചിലർ ഇല്ലെന്ന് എഴുതും. അപ്പൊ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഇതൊരു മ്യൂച്വൽ ട്രസ്റ്റ് ആണല്ലോ, ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് ഒരു പോളിസി ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പം ആ എടുക്കുന്ന ആളും സെൽ ഔട്ട് ചെയ്യുന്ന ആളും അവരെ പറഞ്ഞു മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, കൃത്യമായിട്ട് അവരെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കണം. താങ്കൾ ആ പോളിസി വായിച്ചു നോക്കി ഒപ്പിട്ട് കാണില്ല എന്ന് എനിക്കറിയാം. കാര്യം അത് മനുഷ്യർ പൊതുവെ ചെയ്യുന്ന കാര്യമല്ല. ഉള്ള അക്ഷരമോ ഇവര് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു അമ്മയ്ക്ക് എബവ് 70 ആയ കാരണം ഡെഫിനറ്റ്ലി അവര് പറയണ ലാബിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്താലേ ഞങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ സാധാരണ നമ്മൾ DDRCയിലൊക്കെയാണല്ലോ പോണേ. അപ്പൊ ഇവര് പറഞ്ഞ ഒരു ലാബില് ചെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഷീ ഈസ് വെരി സൗണ്ട് ആൻഡ് ഹെൽത്തി എന്നുള്ള റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇഷ്യൂ ചെയ്തത് അവര്. എന്നിട്ട് ആണ് അവര് പിന്നെ ഉണ്ടായ സംഭവം. ആക്ച്വലി ഇതിലൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ രാജഗിരിയിലുള്ള സമയത്ത് ആരോ എനിക്ക് നമ്പർ തന്നു ഡോക്ടറിന്റെ. അത് ഷീല ഡോക്ടറിന്റെ നമ്പർ ആയിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് ഒട്ടും അവെയർ അല്ല. ഡോക്ടറിന്റെ നമ്പറാണ് എനിക്ക് തന്നത്. അപ്പോ ഡോക്ടറിന്റെ നമ്പർ ആക്ച്വലി ഷീ വാസ് ദ പേഴ്സൺ ഹു ഗൈഡഡ് മീ എന്താ ചെയ്യേണ്ടത്, വാട്ട് ടു ഡു നെക്സ്റ്റ്. ഐ വാസ് സോ പാനിക്. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പോളിസി എടുക്കുന്ന സമയത്ത് മ്യൂച്വൽ എഗ്രിമെന്റിനകത്ത് രണ്ടുപേരും ഒരു ട്രസ്റ്റ് ആൻഡ് ബിലീവിൽ സൈൻ ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ഈ പ്രശ്നം? കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അത് ബയർ അത് എടുക്കുന്ന ആള് വായിച്ചു നോക്കണം. സർ, ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്താണ് ഈ ക്ലെയിം റിജക്ഷൻ ആകുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പേഷ്യന്റ് ഫേസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഡോക്ടേഴ്സ് അവിടെ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ ഒരു സൈൻ ചെയ്യാനായിട്ട് ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ആ കൗൺസിലർ അവരോട് ചോദിക്കും BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ. ഇവരാദ്യം ഇല്ല എന്ന് പറയും. അഡ്മിഷൻ ആകുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ മൾട്ടിപ്പിൾ ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു സർജറിക്ക് പോകുന്നുണ്ട്, അപ്പം ഞാൻ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒരു അനസ്തെറ്റിസ്റ്റ് വന്ന് നോക്കിയ ശേഷം if I'm fit for the surgery, then only they will take me for the surgery. അതാണ്. അപ്പോൾ ഇവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പേഷ്യന്റ് അറ്റൻഡർ അല്ലെ പേഷ്യന്റ് പറയും. BP 10 years, ഷുഗർ 5 years, CAD 10 years, ക്രിട്ടിക്കൽ എയിൽമെന്റ്, മൾട്ടിപ്പിൾ ഡിസീസസ്, ഇതെല്ലാം അവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുമ്പോഴാണ് ഇവരതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യം. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഈ ഹോം ലോൺ എടുക്കാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവർ ഇത്രയും വലിയൊരു കെട്ട് എടുത്ത് ഈ ലോൺ എടുക്കാനുള്ള ആളിന് കൊടുക്കും. അയാളുടെ ആയുസ് ഒടുങ്ങിയാലും അത് അയാൾക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് എനിക്കൊന്ന് ചുരുക്കിയിട്ട് 4 പേജിലാക്കിയായിരുന്നെങ്കിൽ കുറെ ആൾക്കാർ സൗകര്യം. ആരോടാ പറയാ? രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാരണം എന്ന് വെച്ചാൽ ഇവര് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോളിസിക്കകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ്, ഒബ്സർവേഷൻ. ഇതൊന്നും ക്യാഷ്ലെസ്സിൽ കൊടുക്കില്ല. ഈ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന് മാത്രമേ ഏത് പോളിസി ആണെങ്കിലും ഹോസ്പിറ്റലൈസേഷന് പേ ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ വരാം. താങ്കളുടെ ഞാൻ അങ്ങോട്ട് വരാം. ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്ന പറഞ്ഞല്ലോ കമ്പനികൾ. അപ്പോൾ എന്താ തീർച്ചയായിട്ടും അത് അവർക്ക് പറഞ്ഞ പോലെ അവർക്കൊരു എൻട്രി ഉണ്ടാവും, അവർ എക്സിറ്റും ആലോചിക്കുന്നുണ്ടാവും. ഇത് വാങ്ങുക, എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുക, വിൽക്കുക, അതാണ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചാർജ് കൂടും. പിന്നെ നമ്മൾ പറയും ഇപ്പോൾ അത് പോട്ടെ, പിന്നെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം പാസ്സാക്കി, ഇവിടെ നമ്മുടെ സർക്കാർ പാസ്സാക്കി. അപ്പോൾ അതിൽ സെക്ഷൻ 30 റൂൾ 19 പറയുന്നുണ്ട്, നിങ്ങളെല്ലാ സാധനങ്ങളിലും ട്രീറ്റ്മെൻറ്റ് സാധനങ്ങൾ മുഴുവൻ എക്സിബിറ്റ് ചെയ്യണം, മലയാളത്തിലും ചെയ്യണം, ഇംഗ്ലീഷിലും ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചു, ഈ കുസാരിലെ ലോ കോളേജ് ടീച്ചർമാരും ഞങ്ങളുടെ ചികിത്സാ നിധിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഈ നിയമം വല്ലാണ്ട് മുന്നോട്ട് പോകില്ല എന്നുള്ള ത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ചാർജ് കുറയാൻ പോകില്ല. എക്സിബിറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ കൂട്ടി തന്നെ എക്സിബിറ്റ് ചെയ്യുള്ളൂ, കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ നിയമം ലംഘിച്ചാൽ പിടിക്കാൻ പറ്റില്ലേ? അതിന് മേലെയാണെങ്കിൽ മാത്രമല്ലേ അത് തീരുമാനിക്കുന്നത്, അത് ഹോസ്പിറ്റലിലാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതോട് ചോദിക്കാം. ശ്രീ പ്രകാശ്, FDA കടന്നുകയറ്റം തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവതരമാക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് കോർപ്പറേറ്റൈസേഷൻ ഇവിടെ ഓൾറെഡി 40 കൊല്ലമെങ്കിലുമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നല്ല വശങ്ങളും
മോശം വശങ്ങളും ഒരു പാനലിസ്റ്റ് ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. കോസ്റ്റ് കൂടും, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് വേണ്ടി വരുന്നത് അത് നടത്താൻ പറ്റണമെന്നുള്ളതാണ് കോർപ്പറേറ്റൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം. പക്ഷേ ഇതിൽ നിന്ന് പ്രോഫിറ്റ് വേണം എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വേറൊരു ലോജിക്കൽ എന്തായാലും വേണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ള സംശയം, ഈ FDIs ഒക്കെ ഇങ്ങോട്ട് കയറി വരുന്നത് വേറൊരു കോംപ്ലിക്കേഷനിലേക്ക് നയിക്കുമെന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ആസ്പെക്റ്റ് വാട്ട് യു കോൾ മെഡിക്കൽ ടൂറിസം ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് റവന്യൂ ജനറേഷൻ ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ്. അപ്പം പുറത്തുനിന്നുള്ള രോഗികളെ എലക്റ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ അവിടുത്തെ എക്സ്പെൻസസിൻ്റെ വെസ്റ്റിലൊക്കെയുള്ള എക്സ്പെൻസസിൻ്റെ ഒരു ഫ്രാക്ഷൻ ഇവിടെ ചെയ്താൽ അവരും ഹാപ്പി, ഇവരും ഹാപ്പി. അപ്പം അല്ല, ഇവിടെ കുറച്ചുകൂടെ ചികിത്സാ ചെലവ് കുറയുമെന്നാണല്ലോ. അത് വളരെ കുറയും. പുറത്ത് അമേരിക്കന്നോ വെസ്റ്റ് എന്നുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈവൻ മാലിദ്വീപിൽ നിന്ന് കൂടി ഇവിടെ ഇഷ്ടംമാതിരി ആളുകൾ വരുന്നു. ഫെസിലിറ്റീസ് ലോകത്തിലെ ഏറ്റവും ചികിത്സാ നിരക്ക് കുറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ആഫ്രിക്കയിൽ എത്യോപ്യയില് ഇന്ത്യയെക്കാളും 3 ഇരട്ടിയാണ് ചികിത്സാ നിരക്ക്. അല്ല, കേരളത്തിലെ കാര്യം പറഞ്ഞില്ല, അങ്ങ് ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഏകദേശം ഒരുപോലെയാണ് കേരളത്തിലെയും ഇന്ത്യയുടെയും പല സ്ഥലത്തും കൂടുതലാണോ എന്ന് ഞാൻ ചോദിക്കുക. കേരളത്തിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ശരിക്കും. അല്ല, ബാംഗ്ലൂര്, മദ്രാസ്, ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ കേരളത്തിൽ കൊച്ചിയിലോ മറ്റുള്ളവിടെയോ ഉള്ളത് വളരെ കമ്മിയാണ്. വലിയ വ്യത്യാസമാണ്. യെസ്, ഓക്കെ. അങ്ങനെ ഇതിന്റെ ഡയമെൻഷൻസ് എന്റെ മനസ്സിൽ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെസ്റ്റിൽ ഇത് ഇത്രയും ഹൈ ആയിട്ട് എക്സ്പെൻസസ് നിൽക്കുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെന്റോട് കൂടി ഇവിടെ ഇഷ്ടംമാതിരി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവുമ്പം ഇതിനെ ഒരു ക്യാപ്റ്റീവ് സൊല്യൂഷന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഇവിടുന്ന് പേടി. കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇവരെ സ്വന്തം സാധനം ഇവിടെ ഇരിക്കല്ലേ, ചെയ്തിട്ട് കൊണ്ടുവന്നൂടെ. ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ആ തോട്ട് പ്രോസസ്സിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് സർ, ദുബായിലൊക്കെ നോക്കുമ്പോൾ ജർമ്മൻ ഹോസ്പിറ്റലൊക്കെ വരാറുണ്ട്. ആ ഒരു വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദേ ഹാവ് കം ആസ് എ ഇക്വിറ്റി ഫേം. അപ്പൊ അവരിവിടെ വരുമ്പം അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വരുന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള കൺട്രി ഏതാണ്? ഇന്ത്യയാണ്. പോപ്പുലേഷൻ ആണ് ഇവരുടെ പ്രോഡക്റ്റ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പേഷ്യന്റ് ആണ് പ്രോഡക്റ്റ്. അവർ നമ്മൾ വിചാരിക്കുന്നതല്ലേ ചീപ്പ് എഫക്റ്റീവ് അവരെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല. അവിടുത്തെ ആൾക്കാർ ഓൾറെഡി ഇൻഷുറൻസിലേക്കാണ്, അവർ ഇൻഷുറൻസിലാണ്, അവർ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് മെഡിക്കൽ ടൂറിസം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല സർ. മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിപ്പോൾ ടർക്കി, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ, ടർക്കിയിൽ എല്ലാവരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ടർക്കിനെ കളിയാക്കും, ഏറ്റവും നല്ല ഭംഗിയായിട്ട് മുടി. ആരെങ്കിലും ടർക്കി പോയാൽ അടുത്ത ദിവസം പുതിയ മുടിയായിട്ട് തിരിച്ചിരുന്നു പറയും. ടർക്കിയിൽ അവർ ഒരു രീതിയിൽ ആഡ് കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അവർ അത് തെളിയിച്ചെടുത്തിട്ട് അത് എങ്ങനെ സക്സസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അഫോർഡബിൾ ആൻഡ് അവൈലബിൾ കംപ്ലീറ്റ്ലി വിത്ത് എല്ലാ സിസ്റ്റമായിട്ട്. കേരളത്തിൽ ഇത്രയും നല്ല ഡോക്ടർമാർ സിസ്റ്റം ഉണ്ടായിട്ട് കേരള ഗവൺമെന്റിന് ഒരു റെപ്യൂട്ടഡ് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഇല്ല. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽസിനാണ് സാർ മെഡിക്കൽ ടൂറിസം ആക്സസ് ഉള്ളത്. എന്തിനാണ് വലിയ ഹോസ്പിറ്റൽസ് മാത്രം മെഡിക്കൽ ടൂറിസം ആക്സസ് ആവശ്യം? ചെറിയ ഹോസ്പിറ്റൽസിന് കൊടുക്കല്ലോ. സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ സർജറീസിനൊന്നും വലിയ അഡ്വാൻസ് ടെക് ഒന്നും വേണ്ട നമുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മുടെ ആൾക്ക് സാർ പറഞ്ഞില്ലേ ഭയങ്കര ഭയമാണെന്നുള്ള, ഈ ഭയമാണ് മാർക്കറ്റ്. ഈ ഭയത്തിൽ പറയും, എനിക്കറിയാം എൻ്റെ ഹോസ്പിറ്റൽ അവിടെ വരുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്, അയ്യോ അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങളവിടെ പോയല്ലേ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ പഠിപ്പിച്ച ഡോക്ടർമാരല്ലേ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനൊക്കെ വലിയ ഡോക്ടർമാരല്ലേ പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് പതുക്കെ കോർപ്പറേറ്റിലേക്ക് വരുത്തിക്കുക, 3 ഇരട്ടി ബില്ലിടുക. അപ്പം നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് തന്നെ ഈ എന്തുകൊണ്ട് മെഡിക്കൽ ടൂറിസത്തിന് ആക്സസ് ചെറിയ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നില്ല? ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലെ ആൾക്കാർക്കൊന്നും വലിയ പൈസയൊന്നും ഇല്ല. അവർക്ക് ഇവിടെ വന്ന് ചെയ്താൽ അവർക്ക് ഭയങ്കര അഫോർഡബിൾ ആവും. അപ്പം നമ്മൾ ആ മാർക്കറ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്നില്ല, ഇവർ ടാപ്പ് ചെയ്യുന്നത് നമ്മളെയാണ് സർ. ഒരിക്കലും പുറത്തെ ആൾക്കാരോട് കൊണ്ടുവരുന്നില്ല. അനുമുള്ളി, നിങ്ങൾ പിന്നെ ഈ രംഗത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ വന്ന് ഏറ്റെടുക്കാൻ ഒരു കോർപ്പറേറ്റും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ആയുർവേദോ അതും വരും സർ, അതും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരു വലിയൊരു ഹോസ്പിറ്റൽ ചെയിൻ ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. അവരും വരും മിക്കവാറും. അധികകാലം പ്രതീക്ഷിക്കേണ്ട. മുണ്ടും മാറി പാന്റ് ആവേണ്ടി വരും. അതാ നടക്കാൻ പോകും നമ്മളെല്ലാരും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബെഡുകളുടെ എണ്ണം കൂടുമ്പോൾ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് കൂടുന്നുണ്ട്. അല്ല, ഇത്രയും ആശുപത്രികൾ കിടന്ന് അടിക്കുമ്പോഴേ ഈ ആയുർവേദ ആശുപത്രികൾക്ക് പൊങ്ങി വരാനുള്ള അവസ്ഥയുണ്ടോ കേരളത്തില്? സാറേ, പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അതിന്റെ ഒരു പ്യൂർഫസ്റ്റ് ഫോമിലാണ് കൊടുക്കുന്നത്. കാരണം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെന്റ് എന്നതിനുള്ള മിറ്റിഗേഷൻ, അതായത് നമ്മൾ അതിന്റെ ഒരു ഇൽനെസ്സിനെ മാറ്റാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഈ P4 പോലുള്ള, അതായത് പ്രിവെൻറ്റീവ് മെഡിസിൻസ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻസ്, അല്ലെ പ്രൊഡക്റ്റീവ് മെഡിസിൻസ്, അല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള മെഡിസിൻസിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ആധുനിക ചികിത്സാ രീതികൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി വരുന്നത്. കാരണം ആയുർവേദം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയെ ഒരു നിങ്ങൾ ഈ അലോപ്പതിയായിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ടാ ഈ നമ്മൾ ഒരിക്കലും ഒരു ചികിത്സാ ശാസ്ത്രവുമായിട്ട് അലമ്പുണ്ടാക്കാൻ. അതെ അതെ, തീർച്ചയായിട്ടും ലോകത്തിൽ പോണം, ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ ലോകത്തിലാണ്. ഞാനൊരു കാര്യം പറയാം, അലോപ്പതി സാർ നമ്മളെല്ലാരും പറയാം അലോപ്പതിയും ആയുർവേദം അടിയാന്നുള്ളത്. ഞാൻ ആകെ ഇവർക്ക് പറയുന്നുണ്ടെങ്കിൽ എത്രയോ ആയുർവേദിക് ഡോക്ടർമാർ, ഞാൻ റേഡിയോളജിസ്റ്റ് ആണ്, അവർ MRI എഴുതാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് അലോപ്പതിന്റെ ഹെൽപ്പ് വേണമെന്നുള്ളത്. അപ്പം കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആയുർവേദം ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആക്ച്വലി അടിപൊളി പ്ലേസ് ആണ്. അത് നമ്മൾ ഒരുമിച്ച് ഒത്തു തീർന്നു കഴിഞ്ഞാൽ ഇറ്റ് ദ ബെസ്റ്റ് മെഡിസിൻ പ്രാക്ടീസ് ആയി മാറാൻ സാധിക്കും. പോസ്റ്റ് കെയർ സാർ, പോസ്റ്റ് കെയർ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് പോസ്റ്റ് കെയർ നമ്മൾ സാർ നേരത്തെ പറഞ്ഞത് ഒരു പോയിന്റ്, ഇവിടെ ചികിത്സാ ചെലവ് കുറവാണ് താരതമ്യേന കേരളത്തിൽ. അപ്പോ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ കേരളം മുൻപന്തിയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മരുന്നുകൾ കൂടുതൽ കൺസപ്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ രോഗികൾ പെരുകുന്നു എന്നുള്ളത് ഒരു ആശങ്കാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ചീപ്പ് റേറ്റിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ആ മരുന്നിന്റെ അപകടം ശരീരത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യത നമ്മുടെ നാട്ടിൽ പെരുകുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെയുണ്ടോ ഡോക്ടറെ? ഇല്ല. നമ്മളുടെ നാട്ടിലെ മരുന്നുകളുടെ ലോ കോസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ഞാൻ തന്നെ ഇവിടെ ഒരു മരുന്ന് കൊടുക്കുന്നതും ദുബായിൽ പോയി ഒരു മരുന്ന് കൊടുക്കുന്നതും വെസ്റ്റിൽ പോയി മരുന്ന് കൊടുക്കുന്നതും മൂന്ന് എഫക്റ്റാ. ദുബായിൽ പോയി മരുന്ന് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ട്. നമ്മളുടെ ഇവിടെ കിട്ടുന്ന മരുന്നുകൾക്ക് എഫക്റ്റ് കുറവാണ്. അത് സത്യമാണത്. എഫക്റ്റ് കുറവാണ്. ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പുറത്തുള്ളതിനേക്കാളും. ഇപ്പൊ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകളല്ല ഇവിടെ കൊടുക്കുന്നത്. ഒരേ കമ്പനി തന്നെ സ്പെസിഫൈ ചെയ്തേക്കണോ ഡോക്ടർ? അല്ല, നമ്മളുടെ ഇവിടെ സ്പെസിഫിക്കേഷൻ തന്നെ കുറവാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ. അതായത് നമ്മള് ഇവിടുന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാ. എക്സ്പോർട്ട് ക്വാളിറ്റി സാധനത്തിന് ക്വാളിറ്റി വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ മരുന്ന് കാര്യം. അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സയന്റിഫിക് ആയിട്ട് മെത്തേഡ്സ് ഉണ്ട്. ഒരു സെക്കൻഡ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന സാധനം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. അതിൽ ഭയങ്കര ഡിസ്അഗ്രിമെന്റ് ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ വാക്സിൻസ് വന്നു, കോവിഡ് വാക്സിൻസ് വന്നു, ഏറ്റവും ചീപ്പസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഈ ഞാൻ ഒറ്റ പറയാം, ഞാൻ അറിയോ ഈ കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത് നമ്മൾ പകർച്ചവ്യാധികൾ പറഞ്ഞില്ലേ, എല്ലാം ഈ നല്ല മരുന്നുകളോട് ഉണ്ടാക്കിയോണ്ടാണ്. ഇപ്പൊ എന്താ പറ്റി പറയാം, ഇപ്പൊ നേടം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരേ ഫാക്ടറി പോയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന് അവരെ ബ്രാൻഡ് ഒട്ടിക്കുകയാണ്. ആ ബ്രാൻഡ് അതിനകത്തറിയോ പ്രോഫിറ്റ് പെർസെന്റേജ് കൂടും. നമ്മുടെ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സിന് ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സും സൂപ്പറാണ്. അതാണ് ഇപ്പൊ അടുത്ത ഒരു ഫ്രഞ്ച് ബ്ലോഗർ വന്ന് പറഞ്ഞു, ഒരു മരുന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടല്ല, ഓസ്ട്രേലിയൻ ബ്ലോഗർ എന്ന് പറഞ്ഞു ആ മരുന്ന് ഓസ്ട്രേലിയയിൽ എത്ര $10,000, ഇതേ മരുന്ന് ഇവിടെ എനിക്ക് $500 കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഈ മരുന്നും കൂടെ അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിലെവിടെയാണ് ഞാൻ ഡിസ്അഗ്രിമെന്റ് പറഞ്ഞത്. ഞാൻ എപ്പോഴും നമ്മുടെ ജനതയ്ക്ക് ഒരു വിശ്വാസമുണ്ട്, ബില്ല് കൂടിയാൽ ട്രീറ്റ്മെന്റ് അടിപൊളി. ഇതാണ് പ്രശ്നം. അല്ല, ചെലവ് കൂടണം. ബില്ല് കൂടിയാൽ സ്കില്ല് കൂടി. അല്ല, സർക്കാർ ഈ മരുന്നിന് തന്നെ വില ഇട്ടായിരുന്ന കുറച്ച് വില വന്നു തന്നെ. അല്ല, ജനൌഷധി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ജനൌഷധി ഫാർമസി നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്കിപ്പോ വിദേശ കുത്തകൾ മാത്രമാണ് ഈ എക്സിറ്റ് പ്ലാൻ ഉള്ളവരെ നമുക്ക് പറയാൻ കഴിയില്ല. എന്റെ ഒരു കൺസേൺ ഈ ഒരു പറഞ്ഞ ഇക്വിറ്റി ഫേംസിന്റെ ഒരു റെപ്രസെന്റേഷൻ ഞാൻ ഈ ഒരു ചർച്ചയിൽ കാണുന്നില്ല. അവരെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ അവര് ഈ ഒരു ഫേം ഈ ഒരു ഇതിൽ വന്നിരുന്ന് സംസാരിക്കാൻ വില്ലിങ് ആവണമായിരുന്നു. അവര് വരത്തില്ല. കാരണം അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും വരും. നമ്മൾ ശരിക്കും അവരെ ഏതെങ്കിലും കാര്യത്തിൽ പിടിച്ചു കഴിഞ്ഞാലും അവർ വരത്തില്ല. ഇത് യഥാർത്ഥത്തിലുള്ള ഈ ജനങ്ങളുടെ പ്രതിരോധമാണ് ഇവിടെ ആവശ്യം. കാരണം അവര് കമ്പനി ഇപ്പൊ ഇവിടെ വരുന്നതിന് നമുക്ക് ഒന്നും തയ്യാറാക്കാൻ പറ്റില്ല. ഒരു ആശുപത്രി ടേക്ക് ഓവർ ചെയ്യുന്ന നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. അവര് വേറെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വലിയ എക്സ്പാൻഷൻ കൊണ്ടുവന്ന് എതിർക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം ഇത് രോഗിയുടെ ജീവനിട്ട് കളിക്കരുത്. അതിനാണ് നമ്മൾ റെഗുലേറ്ററി ബോഡി വേണം എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടത് റെഗുലേറ്ററി ബോർഡ് കൊണ്ടുവരും. ഞാൻ ഒരിക്കലും ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഡോക്ടറോട് പറയാം. ഞാൻ ചോദിച്ചു, നമ്മുടെ സംസ്ഥാനത്ത് ഈ മെഡിക്കൽ കോളേജിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സംഭവമൊക്കെ 4-5
5 മണിയാകുമ്പോൾ കഴിയും. ഈ സർക്കാർ ഹോസ്പിറ്റലുകളിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷം കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് പേ ക്ലിനിക് കൊണ്ടുവന്നൂടെ? കാരണം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ചെറിയൊരു വൈറൽ പനിയായിട്ട് വരുന്ന രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു 100 രൂപ ചാർജ് ചെയ്താൽ മതി. അതേസമയം ഇതൊരു പഞ്ചനക്ഷത്ര ആശുപത്രി പോവുകയാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവും അവരെന്താ ടെസ്റ്റുകൾ നടത്തുമെന്നുള്ളത്. സാറേ, വയറുവേദന വരുന്നയാൾ ആദ്യം ഗൂഗിൾ ചാറ്റ് GPT നോക്കും വയറുവേദനയ്ക്ക് ഏത് സ്പെഷ്യലിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന്. അപ്പൊ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണെന്ന് അവർ കാണും. ഉടനെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് നിയർ മീ, ഉടനെ അടുത്ത കിട്ടി. കിട്ടിയ ആളെ ഉടനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്ത് ഈ ചെറിയ ഈ ഉള്ളിവട കഴിച്ചതിന്റെ വയറുവേദനയായിട്ട് ഈ ഗാസ്ട്രോ എൻട്രോളജി സ്പെഷ്യലിസ്റ്റിനെ ചെന്ന് കാണുന്നു. അങ്ങേരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേർക്ക് ഈ വയറുവേദന എന്താണെന്ന് പറയണം. അങ്ങേരുടെ തീരുമാനം, അങ്ങേര് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഈ വയറുവേദന വന്നതുകൊണ്ട് അങ്ങേര് തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങേർക്ക് മോശമല്ലേ? അപ്പൊ അങ്ങേര് പറയും ഈ വയറുവേദന ഞാൻ പരിശോധിച്ചു, ബ്ലഡിന്റെ റിസൾട്ട് വരട്ടെ, അൾട്രാസൗണ്ട് വരട്ടെ, പറ്റുമെങ്കിൽ ഒരു എൻഡോസ്കോപ്പിയും കൂടെ ചെയ്തിട്ട് തീരുമാനം പറയാന്ന് പറയും. എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഉള്ളിയുടെ കഴിച്ചതിന് ഏകദേശം ഒരു 10,000-10,000 രൂപ ആവും. ഇല്ല സർ, ഈ പറഞ്ഞത് ഞാൻ ഇതെല്ലാം പറയുന്നത് എല്ലാത്തിനും നമുക്ക് ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സൊല്യൂഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റിന് മാത്രമാണ്. ആ റെഗുലേറ്ററി ബോഡി സ്ട്രിഞ്ചന്റ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ഉള്ള മെഷേഴ്സ് എന്ന് നമ്മുടെ മുന്നിലേക്ക് വിഭാവനം വെക്കുന്നു അന്ന് മാത്രം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് അതിനുള്ള ഇതിപ്പം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ അവർ തന്നെയാണ് ഡിസിഷൻ മേക്കേഴ്സ് നമ്മളാണ്. ആ ഡിസിഷൻ മേക്കേഴ്സ് കുറെയൊക്കെ ഗവൺമെന്റ് കൂടെ ആവണം. ക്യാപ്പിംഗ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും കുറേയും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട്. ജാസ്മിൻ ഷാ, ഇങ്ങനെ ഒരു റെഗുലേറ്ററി ബോഡി കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഒരു റെഗുലേറ്ററി ബോഡിക്ക് പോസിബിലിറ്റി ഉണ്ടോ? കാരണം ഒരു റെഗുലേറ്ററി ബോഡി കൊണ്ടുവരാൻ സമയം അതിക്രമിച്ചു. തീർച്ചയായിട്ടും ഒരു റെഗുലേറ്ററി ബോഡി വരണം എന്നുള്ളതും അത് കർശനമായിട്ടുള്ള വ്യവസ്ഥകളോടെ ഈ സ്വകാര്യ ആശുപത്രികളെ സമ്പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഈ വലിയ കുത്തകൾ തന്നെയാണ് ഇപ്പൊ ഈ ഗ്യാസിന്റെയും പെട്രോളിന്റെ ഒക്കെ വില നിശ്ചയിക്കുന്നത്. പക്ഷെ അതിൽ ഗവൺമെന്റ് ഒരു പിടിയുണ്ട് എന്തായാലും. അപ്പൊ അതുപോലെ ഇവരെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡി വരണം. അത് ജീവനക്കാരും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ. കാരണം ഇതിനൊക്കെ അൾട്ടിമേറ്റ് സഫറേഴ്സ് ആരാണ്? ആദ്യത്തെ സഫറേഴ്സ് അവിടുത്തെ ജീവനക്കാരാണ്. അതിലെ ബാക്കി പ്രോഡക്റ്റുകളൊന്നും ജീവനില്ലല്ലോ. ഇത് ജീവനുള്ള വസ്തുവാണല്ലോ പ്രോഡക്റ്റ്. അതാണ് പ്രശ്നം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ജീവനുള്ളവരാണല്ലോ. അപ്പൊ ഞാൻ അവിടെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും അവിടുത്തെ മുഴുവൻ ജീവനക്കാരായാലും ആദ്യത്തെ സഫറേഴ്സ് അവർക്ക് പോലും നീതി ഉറപ്പാക്കണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി വരണം. അവിടെ കൃത്യമായി പരാതി ഉന്നയിക്കാനും യോഗ്യത. ഞാൻ പറഞ്ഞേ, ഈ പറഞ്ഞ ഇൻഷുറൻസിൽ പോലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ക്ലെയിമുകൾ റിജക്ട് ചെയ്ത് പോയി അവരുടെ കുടുംബങ്ങൾ വരെ ആധാരം പണയം വെച്ച് വരെ ചികിത്സിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരു മൃതദേഹം വിട്ടുകൊടുക്കണമെങ്കിൽ പോലും ആളുകൾ സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ഇടപെടൽ വരുത്തേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് അപ്പൊ ഞാൻ പറയാം, ഇതൊക്കെ മാറണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി സർക്കാർ കൊണ്ടുവരണം. ആ നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ ഈ മേഖലയിൽ ഒരു ശാശ്വത പരിഹാരവും. സീനിയർ സിറ്റിസൺസിന് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് കിട്ടാനായിട്ട് വലിയ പ്രയാസമുണ്ട് ഇന്ത്യയിൽ. അതുപോലെ ഇൻഷുറൻസുകാര് മുഴുവൻ എമൗണ്ടും കൊടുക്കുന്നില്ല. ഈ ബയോപ്സി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് MRI സ്കാനിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് അവരിത് മുഴുവൻ റൂൾ ഔട്ട് ചെയ്യാണ്. അങ്ങനെയുള്ള ഏത് രാജ്യത്താണ് പിന്നെ ഇന്ത്യയെ പോലെ കൃത്യമായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വിലയില്ലാത്ത രാജ്യം, മെഡിസിന് വിലയില്ലാത്ത രാജ്യം വേറെ എവിടെയാണ് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഉദാഹരണമായിട്ട് ERTHO.4000 എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇപ്പൊ ഈ കിഡ്നി പേഷ്യന്റ് രക്തം വെക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. 143 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. 1613 രൂപയാണ് അതിനകത്ത് MRP. ഇത് എന്ത് സർക്കാർ, എന്ത് നിയമം, എന്ത് രീതി? ഇതുപോലെ എന്നിട്ട് ഇന്ത്യയിൽ ഭയങ്കര വില കുറവാണ്, ഭയങ്കര വില. 1613 രൂപ MRP എഴുതിയിരിക്കുന്നു. 143 രൂപയ്ക്ക് ഞാൻ 1000 എണ്ണം വാങ്ങിച്ച് സപ്ലൈ ചെയ്തു. ഈ ERTHO.4000 എന്ന് പറഞ്ഞാൽ ആ മെഡിസിനോടുള്ള ദേഷ്യം കൊണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാലും ഒരുപാട് ഇപ്പോൾ ചികിത്സാ സംവിധാനങ്ങളും സൗജന്യമായിട്ട് കിട്ടുന്നത് താങ്കൾ ചോദിച്ചു, നേരത്തെ പറഞ്ഞു എവിടെയുണ്ട് ആർക്കും അറിയില്ല എന്ന്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ഫോണിലൂടെ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്താൽ താലോലം, ഹൃദ്യം തുടങ്ങിയുള്ള പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഞാനിപ്പോൾ ഇതിലൂടെ പറയുന്നത് എനിക്ക് മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ. മനസ്സിലായി. അപ്പൊ പറയൂ ഡോക്ടർ. അതായത് ഇപ്പൊ ഈ FDA കടന്നുകയറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ചികിത്സിക്കാൻ സാധിക്കുന്നവനും ചികിത്സിക്കാൻ സാധിക്കാത്തവനും എന്ന 2 കാറ്റഗറി ആയിട്ട് ഒരു പക്ഷെ ആ ഒരു ഗ്യാപ്പ് വല്ലാതെ കൂടും. അപ്പൊ ഈ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ട ഒരു PPP മോഡൽ ഒരുപക്ഷെ ഗവൺമെന്റ് ചില മാർഗനിർദ്ദേശങ്ങളോട് കൂടിയിട്ടോ ഒക്കെ ആയിട്ട് ഇവരുമായിട്ടൊരു
സംയുക്തമായിട്ടുള്ള ഒരു രീതിയിൽ, അതായത് ചില ഹൈ എൻഡ് എക്യുപ്മെൻ്റ് വയ്ക്കുന്നതിന് ഗവൺമെൻറ്റിന് സാധിക്കില്ല, അത് ഉള്ള ആശുപത്രികളുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് അത് അഫോർഡബിളായി മാറുന്നൊരവസ്ഥ വരും. ഇല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചികിത്സ നിഷേധിക്കപ്പെടും, ഹൈ എൻഡ് ചികിത്സ നിഷേധിക്കപ്പെടും. അവർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ ഇൻഷുറൻസിന്റെ അതിക്രമവും അതും ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, നമ്മളെ ഗവൺമെന്റ് ഇൻഷുറൻസുകളുണ്ട്. 60% ആൾക്കാർ ഗവൺമെന്റ് ഇൻഷുറൻസിൽ പെട്ടതാണ്. അതായത് ESI, CGHS, ECHS, ആയുഷ്മാൻ, ഈ ഒരു ടൈപ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ക്വാളിറ്റി കുറച്ചിട്ട് ആൾക്കാരെ ചികിത്സിക്കാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകരുത്. ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡിയാണ്. ഈ റെഗുലേറ്ററി ബോഡി വന്നത് വഴി ചെറിയ ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും പ്രശ്നം വരുന്നത്. അപ്പൊ ഇതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. പക്ഷെ ഇൻഷുറൻസിന്റെ വേറൊരു പ്രശ്നം വെച്ചാൽ ഇൻഷുറൻസും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ആ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്കിൽ വന്നാൽ ഇത് നടക്കുള്ളൂ. ഇൻഷുറൻസ് വലിയൊരു കാര്യം. അത് നടക്കോ ഡോക്ടറെ? അത് നടക്കും, അത് നടത്താൻ പറ്റും. ഒരു ഭാവി ഞാൻ പറയുന്നത് സാർ, ഇത്രയും കാലം ഇൻഷുറൻസ് എല്ലാം പ്രവർത്തിച്ച സ്റ്റേറ്റ് ആണ്. കുറെ കാലം ആൾക്കാർക്ക് ഇല്ലായിരുന്നു. എന്നിട്ടും ഈ ചെറിയ ഹോസ്പിറ്റൽ സാർ പറഞ്ഞേ സാർ നേരത്തെ പറഞ്ഞ എനിക്ക് ഐമെ പ്രസിഡന്റും സാറും പറഞ്ഞാണ് ഏറ്റവും പോയിന്റ്സ്. ഈ ചെറിയ ഹോസ്പിറ്റൽസിന് നിങ്ങൾ എഴുതി തള്ളല്. എന്റെ സിറ്റി, എന്റെ വീട്ടിനടുത്ത് രാജേന്ദ്ര നഴ്സിംഗ് ഹോം ഉണ്ട്. അവിടെ പനി കൈ മുറിഞ്ഞാലൊക്കെ പോയി എല്ലാ ആൾക്കാരും പോകുന്ന സ്ഥലമാണ്. ഇപ്പൊ ആ സ്ഥലം പൂട്ടിയാൽ ഞാൻ പോകേണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ 500 കഴിയുന്ന കാര്യം അവിടെ 5,000 to 25,000 വരെ പോകും. അതുകൊണ്ടാണ് PPP മോഡലാണ് ഏറ്റവും. ഞാൻ സാർ വേറെ കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടാണ് വേറെ ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനി വന്നറിയോ? കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പ് ലേബർ ഫോഴ്സ് തന്നെയാണ്. ഇവർക്ക് അറിയാതെ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് നഴ്സുമാരുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള സ്ഥലം, ഈ ഡോക്ടർമാർ IMA ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. കാര്യം അറിയോ, ആ ഡോക്ടർമാർക്ക് നാളെ ഇനി എവിടെയും പോകാൻ പറ്റില്ല. സാർ ഞാൻ പറയാം, എന്റെ സിറ്റി കോഴിക്കോടാണ്. അവിടെ നിന്ന് എന്താ വെച്ചാൽ ഡോക്ടർമാർ സാർക്ക് അറിയാം, കുറച്ച് ഡോക്ടർമാർ അടികൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ മറ്റേടത്തേക്ക് പോകും. അവർക്ക് ചോയ്സ് ഉണ്ട്. ഇതിപ്പോ ഈ 2 ഹോസ്പിറ്റലിൽ ഒരു മുതലാളിയാണ്, ഇവരെങ്ങോട്ട് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മുതലാളി ഒരു ഇത് ട്രാൻസ്ഫർ പോളിസി മാറും. അപ്പൊ ഓട്ടോമാറ്റിക് അറിയോ, ഈ ചീപ്പ് ലേബർ ഫോഴ്സ് ആണ് ഇവർ വേറെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. ഇവിടെ കണ്ടമാനം ഡോക്ടർമാരും നഴ്സുമാരുണ്ട്. നാളെ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ഇറങ്ങിപ്പോയാൽ അടുത്ത ആൾ റെസ്യൂം വെച്ച് കയറും. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ സ്ഥിതിയും നഴ്സുമാരുടെ സ്ഥിതിയും വളരെ മോശമാവും ഇത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം അവര് വളരെ നല്ല രീതിയിലൊക്കെ പറയും. ഇപ്പം നഴ്സുമാരുടെ ശമ്പളം കൂട്ടലൊക്കെ പറയും. പക്ഷെ നാളെ പിന്നെ മോശം. പരസ്യങ്ങളെ പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഹെൽത്ത് കെയർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ 90% കാപട്യമാണ്. അതേപ്പറ്റി ഗവൺമെന്റ് ആക്ഷൻ വലിയ ഇഷ്യൂ ആണ്. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ ആർക്ക് വേണ്ടി അവരത് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ട്. പരസ്യത്തിന്റെ അതിപ്രസരാണ്. 40 വയസ്സിൽ ഹെൽത്ത് ചെക്കപ്പ് 2000 രൂപയ്ക്ക് ചെയ്തു തരൂ എന്ന് പറയുന്നത് പ്രഹസനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം കണ്ടുപിടിക്കാനാണെന്ന് അവർ പറയും. നേരത്തെ കണ്ടുപിടിച്ചാലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. ചുമ്മാ വഴിയേ പോകുന്നത്. ഇവിടെ നമുക്ക് ഹെൽത്ത് കെയർ ഒരു ഒബ്സഷനായി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ ഫലങ്ങളാണ് ഇതൊക്കെ. ഈ ഹെൽത്ത് ചെക്കപ്പ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ BP ഉള്ള ഒരാള് BPയുടെ മെഡിസിൻ എടുത്തിട്ടായിരിക്കും രാവിലെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോർമൽ ആയിരിക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അബ്നോർമൽ ആയിരിക്കും അല്ലെ? ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ അവോയ്ഡ് ചെയ്യുകയാണ്. ഇപ്പം ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്തിട്ട് സാധാരണക്കാരന് ഒരു ട്രീറ്റ്മെന്റ് എവിടെ പോയാലും റീസണബിൾ ആൻഡ് കസ്റ്റമറി കോസ്റ്റിൽ കിട്ടണം. അവൻ അവോയ്ഡ് ചെയ്യരുത്. കാരണം ഒരു ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പൊ 2020 ഈ കൊറോണ കഴിഞ്ഞ പിന്നെ മാർക്കറ്റിംഗ് ഈ ഹോസ്പിറ്റലിന്റെ കോസ്റ്റ് 40 to 50% ആണ് കൂടിയേക്കുന്നത്. ഒരു സാധാരണക്കാരന് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലെ കോസ്റ്റ്, ഞാനൊരു ഇൻഷുറൻസിന്റെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സിസ്റ്റർ റിമൂവലിന് ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നത് 1,50,000 rupees. അതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ 2,000 rupees അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു 200 rupees കൊടുത്ത് ചെയ്യാവുന്നത് 3 എക്സ്റേ 4 അൾട്രാസൗണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവന് ട്രീറ്റ്മെന്റ് കിട്ടുക, ഇൻഷുറൻസ് എടുത്തവന് റീസണബിൾ ആൻഡ് കസ്റ്റമറി ആയിട്ട് അവന് ആ ഫെസിലിറ്റി അവിടെ കിട്ടുക. എൻ്റെ വീട് മാവേലിക്കരയാണ്. അവിടെ മിടുക്കനും മിടുക്കത്തികളും ആയിട്ടുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. 3-4 നല്ല ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ആൾക്കാർ എന്തുകൊണ്ട് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലേക്ക് ആ ഇൻഷുറൻസുമായിട്ട് വരുന്നു?
കാരണം അവിടെ ഒരു 25,000 ഇവിടെ ഒരു 3 lakhs ആകും ബില്ല്. ചെറുകിട ആശുപത്രിയിൽ ഫെസിലിറ്റീസ് കുറവാ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല അതെ, അങ്ങനെയുണ്ട്. എന്റെ ആശുപത്രിയിലെ ടോയ്ലറ്റ് ഒക്കെ മോശമാ. ഇവിടുത്തെ ടെർഷറി ഹോസ്പിറ്റലിലെ ആശുപത്രി എന്ന് പറഞ്ഞാൽ നല്ല പളുക്ക് പോലെ ഇരിക്കുന്ന ടോയ്ലറ്റാ. ഇൻഷുറൻസ് ഏതായാലും കാശ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇൻഷുറൻസ് ഉള്ളിടത്ത് പോയാൽ കൊറോണയ്ക്ക് മുമ്പ് ഒരുപാട് ആശുപത്രികൾ ലോസിലായിരുന്നു. ഒരുപാട് ആശുപത്രി കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം ഇത്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പ്രോഫിറ്റബിൾ ആയി തുടങ്ങി. എന്താ പറയുക, ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ഭീതി തുടങ്ങി. അപ്പൊ എവിടെ പോലും എന്ത് ടെസ്റ്റ് പറഞ്ഞാലും അപ്പൊ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ചേഞ്ച് ഇൻ കൾച്ചർ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ. കൊറോണ വേറെ കോമഡി കൂടെ പറഞ്ഞു സാർ. നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലും കൊറോണ പേഷ്യന്റ് കൊറോണ കഴിഞ്ഞതിന് ശേഷം രോഗികൾ കുറച്ചുകൂടെ പേടിച്ചു തുടങ്ങി. കാര്യം അറിയോ, ഈ കൊറോണ വന്ന കൊറോണ കാര്യം പറഞ്ഞ കൊറോണ വന്ന സമയത്ത് ഒരു ആശുപത്രിയും കൊറോണ പേഷ്യന്റ് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. പുറത്തില്ല. ആദ്യം MES പോലെ ആശുപത്രി എടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം കൊറോണ ഇവര് മനസ്സിലാക്കി. ഞാൻ ഒരു കൊച്ചിയിലെ ഒരു ആശുപത്രി, എന്റെ അങ്കിള് കിടന്ന ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിൽ പെർ ഡേ 2 lakhs വെച്ചു കൊറോണ ട്രീറ്റ് ചെയ്യാൻ. ആകെ കൊടുത്ത പനിക്ക് മരുന്ന് മാത്രം പേടിപ്പിച്ചിട്ട് 2 ലക്ഷം രൂപ പെർ ഡേ വാങ്ങിച്ച ഹോസ്പിറ്റലാണ്. അങ്ങനെയാണ് ഹൈക്കോടതി MES വന്നിട്ട് MES എഴുതി കൊടുത്തു ഇത്ര പാക്കേജിന് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതിനാണ് നമ്മൾ പാൻഡമിക് പ്രോഫിറ്റ് എന്ന് പേരിട്ടത്. അപ്പൊ പാൻഡമിക്കിന് ശേഷം ഹോസ്പിറ്റൽ ഞാൻ നമ്മുടെ പേരിട്ടു പാൻഡമിക് പ്രോഫിറ്റ്. കാര്യം ഇതിൽ ആൾക്കാർ ശരിക്കും പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് പാൻഡമിക് സമയത്ത്. ഹോസ്പിറ്റലിൽ വല്ലാതെ പൈസ സംശയമില്ല, കൺവിക്ഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു കോവിഡ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് 2 പേരെ റൂമിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വാട്ട് യു കോൾ ദാറ്റ് കിറ്റ്. കോവിഡ് നമ്മൾ നല്ലോണം ചെയ്താലും അതിനുശേഷം നമ്മുടെ ആൾക്കാരെ നമ്മൾ ശരിക്കും പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനത്തിന്റെ നമ്മൾ ശരിക്കും ഇപ്പൊ മനസ്സിലായില്ലേ? കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കോവിഡിന് ശേഷം ആശുപത്രികളെല്ലാം പ്രോഫിറ്റ് ആയി. അന്ന് ഞങ്ങൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞത് തന്നെ ഇപ്പൊ പ്രോഫിറ്റ് ആയെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ ചോദിക്കുന്നത് പോലും ന്യായമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ചർച്ചകൾ പോലും ജാസ്മിൻ മുഖത്തേക്ക് പറയാൻ എതിർപ്പ് പറയാൻ വേണ്ടി ജാസ്മിൻ എന്താ പറയാ അറിയോ? ജാസ്മിൻ എപ്പോഴും എല്ലാ ഹോസ്പിറ്റലും ഒറ്റക്കെട്ടായിട്ട് കാണും. സാർക്ക് അറിയാം, ചെറിയ ഹോസ്പിറ്റൽ നമ്മളെ പോലത്തെ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്. ഒറ്റ കെട്ടായിട്ട് ഇരിക്കുമ്പോൾ ജാസ്മിന് ചൂണ്ടുന്ന വലിയ ഹോസ്പിറ്റലിലേക്കാണ് വലിയ പ്രോഫിറ്റ് ഉള്ളത്. അപ്പൊ ആ കുറെ ഹോസ്പിറ്റൽ ഉണ്ട് സാർ കടത്തിലുള്ള. ഈ ഹോസ്പിറ്റൽ മുതലാളികൾ ജാസ്മിന് ഒറ്റ പ്രശ്നമുണ്ട്. എന്താ വെടിവെക്കുമ്പോൾ എല്ലാവരും മേത്തേക്ക് വെടിക്കുന്ന സ്വഭാവം. അല്ല, കാടടിച്ച് വെടിക്കുക അത് പറ്റൂല. ഒന്നെങ്കിൽ ഒരു സ്നൈപ്പർ ആയിട്ട് ഒരാളെ മാത്രം വെടിച്ചു. എല്ലാരും മേത്തേക്ക് വെടിച്ചിട്ട് കാര്യമില്ല. ഞാൻ സാർ പറയാം, സാർ നടന്ന അമ്മ പറയാം. ആശുപത്രികൾ പൂട്ടാൻ എളുപ്പമാണ്. ആ ഡോക്ടർക്ക് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ ചെറുകിട ആശുപത്രികൾ പൂട്ടിപ്പോയാൽ അത് കേരളത്തിനാണ് അതിന്റെ നഷ്ടം എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് തിരിച്ചറിയണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരം നടത്തിയ ഒരു ചെറുകിട ആശുപത്രി ആരും ചൂണ്ടിക്കാട്ടെ. എല്ലാ വൻകിട ആശുപത്രികളും ചൂണ്ടിക്കാട്ടില്ല. എല്ലാ വൻകിട ആശുപത്രികൾ പൂട്ടിക്കരുത്. എവിടെ ഞങ്ങൾ പൂട്ടിച്ചു? അല്ല, ഇപ്പൊ IMA പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ സമരം കാരണം പൂട്ടിപ്പോയ ഏതെങ്കിലും ആശുപത്രി അദ്ദേഹം ചൂണ്ടിക്കാൻ പറ്റുമോ? എല്ലാം പൂട്ടിയുള്ള ഇവരുടെ ആഭ്യന്തര പ്രശ്നം അല്ല. ഒരു ആശുപത്രിയും ഞങ്ങളുടെ സമരം കാരണം പൂട്ടിപ്പോയിട്ടുണ്ടാവില്ല. ഞങ്ങൾ സമരം ചെയ്യാറില്ല അത്ര ആശുപത്രികളിൽ. ഞങ്ങൾ വൻകിട ആശുപത്രികളിൽ, നല്ല റവന്യൂ ഉള്ള ആശുപത്രികളിൽ, നല്ല കൊള്ള ലാഭം നേടുന്ന ആശുപത്രികളിൽ അവിടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ശക്തി. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ വഴിയാതാരാവും. ശക്തമായ സംഘടന. എന്തുകൊണ്ടാണ് ഇപ്പൊ അമലയും ജൂബിലൊക്കെ സംഘടന പാടില്ല എന്ന് പറഞ്ഞത്? വഴിയാതാരായതിന്റെ മുന്നിൽ കുറച്ച് ആൾക്കാരാണ് രോഗികൾ വഴിയാതാരാവും. അതിനാണ് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നത്. ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇവിടെ റെഗുലേറ്ററി ബോഡി കൊണ്ടുവരുന്നത് പറഞ്ഞത് അല്ല. ജാസ്മിൻ പറഞ്ഞ കേട്ടില്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. ഇൻഷുറൻസിനെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു വ്യക്തി ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ചികിത്സക്ക് പോകുന്നു. ആ ചികിത്സക്ക് പോകുമ്പോ അവിടെ ഹോസ്പിറ്റലുകാരാണ് അനധികൃതമായി 2 എക്സ്റേ ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, 2 എക്സ്റേ എടുക്കുന്നു, 3 എക്സ്റേ എടുക്കുന്നു, എടുക്കുന്നു. ഒരു 4000 കോടി കൊടുത്ത് ഒരു ആശുപത്രി ടേക്ക് ഓവർ ചെയ്ത് 10 വർഷത്തിന് ഇത് തിരിച്ചാ 4000 കോടി കൊണ്ടുപോകണമെങ്കിൽ അവരെങ്ങനെ കൊണ്ടുപോകും? അല്ല, അവിടെ രോഗി പറയുന്നില്ല, കുറ്റം പറയാൻ പറ്റില്ല. പാവങ്ങള് രോഗി പറയുന്നില്ല, രോഗി അറിയുന്നില്ല എത്ര ബില്ല് വരുന്നു, രോഗി അറിയുന്നില്ല. പക്ഷെ അതിനുശേഷം 2 പേരും തുല്യരാട്ടോ. ഈ കാര്യത്തിൽ 2 പേരും തുല്യരാ. ഇനി ഇങ്ങനെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം മുഴുവനായിട്ട് ഒരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനി കൊടുക്കാറില്ല, ഒരിക്കലും കൊടുക്കാറില്ല. ഇപ്പൊ ഞാനൊരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാ. ഞങ്ങൾക്ക് മെഡിസെപ്പ് ഉണ്ട്. മെഡിസെപ്പിനെ പറ്റി അറിയാലോ, ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മെഡിസെപ്പ് പ്രകാരം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയും ആ മെഡിസെപ്പിലെ എംപാനൽ ചെയ്തിട്ടില്ല. കാരണം ഈ ഹോസ്പിറ്റലുകാർ വാങ്ങുന്ന തുക, ഒരു ട്രീറ്റ്മെന്റ്, ഒരു സർജറിക്ക് വാങ്ങുന്ന തുക, അത്രയും തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നില്ല. ഒറ്റ കാരണമുള്ളൂ, അവർ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ ഹോസ്പിറ്റലുകാർ ആരും ഇവർ എംപാനൽ സ്വീകരിക്കുന്നില്ല, എടുക്കുന്നില്ല. അപ്പൊ എന്താണ് സംഭവം? അപ്പൊ എന്താണ് സംഭവം? എല്ലാ ഹോസ്പിറ്റലും മെഡിസെപ്പ് എംപാനൽ ചെയ്തിട്ടുണ്ട്. എംപാനൽ ചെയ്തിട്ടില്ല സാർ. എന്റെ അടുത്ത് ലിസ്റ്റ് ഇരിപ്പുണ്ട്.
നിങ്ങൾ അങ്ങനെ പറയില്ലേ? ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നും എംപാനൽ ചെയ്തിട്ടില്ല. ഇനി ഒരു സെക്കൻഡ്, ഇനി എംപാനൽ ചെയ്ത ആശുപത്രി എംപാനൽ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ പല ആശുപത്രി ഉദാഹരണം പറയാം. ഒരു ആശുപത്രിയിൽ ആകപ്പാടെ ഹാർട്ട് സർജറിക്ക് മാത്രമേ, വേറെ ഒന്നുമില്ല അവിടെ. ഇൻഷുറൻസ് പ്രശ്നം അറിയോ? വേണ്ട ആൾക്ക് അവർ ഇൻഷുറൻസ് കൊടുക്കൂല, അതാണ് പ്രശ്നം. വേണ്ട ആൾക്ക് വയസ്സാറല്ലോ, പ്രായ ആൾക്ക് കൊടുക്കൂല, ഓട്ടോമ്യൂൺ ഡിസീസ് ആൾക്ക് കൊടുക്കൂല, ക്യാൻസർ ഉള്ള ആൾക്ക് കൊടുക്കൂല. പിന്നെ ആർക്കാണ് ഇൻഷുറൻസ് വേണ്ടത്? എങ്ങനെ റിജക്ട് ചെയ്യാന്നുള്ള മാത്രമേ ഈ ഹെൽത്ത് കെയറിനോടുള്ള ഒബ്സഷൻ എന്ന് മാറിയാൽ മാത്രമേ ജനം രക്ഷപ്പെടുള്ളൂ. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഈ വല്ലാതെ എല്ലാ ടെസ്റ്റുകളും പേടിക്കുവാണെന്ന്. അതാണ് മോസ്റ്റ് എന്താ മരിച്ചു പോകുന്നതല്ലേ, പ്രായമായിട്ട് മരിച്ചുപോയ എന്താണെന്ന് വിചാരിക്കണം. ഒന്നാമത് മലയാളികൾ വിചാരിക്കുന്നത് ഒരു 150 അങ്ങനെയാണ് മലയാളി തോൽപ്പിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഞാൻ പറയുന്ന. ഈ ഒബ്സഷന്റെ പറഞ്ഞ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. എനിക്ക് 2 മക്കളും 3 ഗ്രാൻഡ് ചിൽഡ്രനും ഉണ്ട്. ഈ 3, 2, 5 പേർക്കും പെരിയാട്രീഷ്യൻ ഉണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇവര് തോറ്റു. ചെറിയൊരു അസുഖം വരുമ്പോഴേ ഈ നമ്മുടെ ചാറ്റ് GPT-യിലൊക്കെ പോയി ഇതിന്റെ സാധ്യതകൾ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി ആളുകൾ വല്ലാണ്ട് വശം കിട്ടു പോവാ. പിന്നെ ആശുപത്രിയോട് ഇരിക്കുമ്പോൾ ഒരു 10 ടെസ്റ്റ് എഴുതി കൈ കൊടുക്കുമ്പോൾ അവര് ആകെ തകർന്നു പോവാ. പിന്നെ അവസാനം ഡോക്ടർ ഒരു ഡയലോഗ് ഉണ്ട്, അതും സൂപ്പർ പെർഫോമൻസാ. ഡോക്ടർ യു ആർ ലക്കി. അപ്പൊ അയാൾ വിചാരിക്കും എന്താ നിങ്ങൾക്ക് ഒരസുഖവും ഇല്ല എന്ന്. എന്നെ അഭിനയാണെന്നറിയാം. അപ്പോൾ മാത്രമല്ല ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ പ്രൊഫഷനോട് പോലും ധാർമ്മിക മര്യാദ ഇല്ലാത്ത കുറെ അധികം ഡോക്ടർ സംസ്ഥാനത്തുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എതിർവശം പറയട്ടെ, പറഞ്ഞോളൂ. ഇപ്പോ നമ്മുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ ഈ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഒബ്സഷൻ ഉണ്ട് മലയാളികൾക്ക്. പേടിയാണ്, അത് ഒബ്സഷൻ തന്നെയാണ്. അത് കൂടുതൽ അവയർനെസ് ഉള്ളത് ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. രണ്ടാമതൊരു ഇഷ്യൂ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ കുറെ മരുന്നുകൾ ടെസ്റ്റ് എഴുതി കൊടുത്താൽ ചെയ്യുമെന്നുള്ളത്. അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട്, അത് മെഡിക്കൽ ലിറ്റിഗേഷൻ ആണ്. അപ്പോൾ മെഡിക്കൽ പ്രാക്ടീസ് പണ്ട് 10-30 വർഷം ഉള്ളതിൽ നിന്ന് ഇന്ന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഡിഫെൻസീവ് പ്രാക്ടീസിലേക്കാണ് ഡോക്ടേഴ്സ് പോകുന്നത്. എന്തുകൊണ്ട്? കാരണം ഒരു ഇഷ്യൂ നടന്നാൽ 1,000,000 ആൾക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ടെസ്റ്റ് ഞങ്ങൾക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വയറുവേദന, നേരത്തെ പറഞ്ഞ ഒരു പോയിന്റാണ്, വയറുവേദനയായിട്ട് പോയാൽ ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്ത് പോയാൽ എന്താ കഴിച്ചത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു മരുന്ന് ചെറിയൊരു സിറപ്പ് എഴുതി കൊടുത്ത് വിടും. ഇത്രേ കോസ്റ്റ് വരുള്ളൂ, കാരണം അറിയാം. അതേസമയം ഇത് ടോപ്പ് ലെവൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ അതോറിറ്റേറ്റീവ് വാക്കാണ്. അയാൾക്ക് പിന്നെ വേറൊന്നും പറയാൻ കഴിയില്ല. അതായത് ഇത് ഇങ്ങനെ ആയിരിക്കാം എന്നല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹി ഹാസ് ടു ഇൻവെസ്റ്റിഗേറ്റ്. നാളെ കോടതി ചോദിക്കുക, പേഷ്യന്റ് കെയിം ബിഫോർ യു ഹാഡ് ഓൾ ദ ഫെസിലിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ്, എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചില്ല? ഇറ്റ് ഈസ് യുവർ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെയാണ് ഡിഫെൻസീവ് പ്രാക്ടീസ് വരുന്നത്. കേരളത്തില് ഹെൽത്ത് കെയർ അവയർനെസ്സും ലിറ്റിഗേഷൻ അവയർനെസ്സും കൂടുന്നത് ഈ ഡിഫെൻസീവ് പ്രാക്ടീസിലേക്ക് മാറുന്നതിന്റെ വലിയൊരു ഫാക്ടറാണ്. പ്രിയപ്പെട്ടവർ, ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ ചികിത്സാ രംഗം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അതിസങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇടപെടൽ അനിവാര്യം. ഈ വിഷയത്തിന്റെ അവസാന ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ.